കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ കേൾക്കുന്ന ഏവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്ലബ് ഹൗസിലും ഫേസ്ബുക്കിലും യൂട്യൂബിലുമായിട്ട് എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. തലയിലെ ഇത്തിരി തുണി അഥവാ ഹിജാബിൻ്റെ രാഷ്ട്രീയം എന്നുള്ളതാണ് ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ പ്രധാനപ്പെട്ടൊരു വിഷയം. എല്ലാവരും ഒരുപക്ഷെ എന്താണ് കാണാത്ത എന്ന് നോക്കിയിരിക്കുന്നവരായിരിക്കും. ക്ഷമിക്കുക, തിരക്കുകൾ കാരണമാണ് പലപ്പോഴും വരാൻ സാധിക്കാത്തത്. ജോലിയും പഠനവും കുടുംബവും അങ്ങനെ മൊത്തത്തിൽ തിരക്കായതുകൊണ്ടാണ് പലപ്പോഴും വരാൻ സാധിക്കാത്തത്. എന്തായാലും ഞങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കുന്ന എല്ലാവർക്കും നന്ദി. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മുടെ കേരളത്തിൽ വളരെ വിവാദമായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഹിജാബ് എന്ന് പറയുന്നത്. നിങ്ങൾ എൻ്റെ പഴയ വീഡിയോകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇതിനു മുന്നേ കേരളത്തിൽ ഇതേ വിഷയം തന്നെ വളരെ വിവാദമായിരുന്നു. അന്ന് ഇതേപോലൊരു സ്കൂളിൽ ഇതേപോലൊരു പ്രശ്നം അവരുണ്ടാക്കി. CPM ഇടപെട്ട് ആ സ്കൂളിലെ പ്രിൻസിപ്പൾ കന്യാസ്ത്രീ അമ്മയെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ച് പരസ്യ പ്രസ്താവന ഇറക്കി ആ പ്രശ്നം സോൾവ് ചെയ്തതാണ്. വീണ്ടും മുസ്ലിം സംഘടനകൾ CPMൻ്റെ സഹായത്തോടുകൂടെ ഇതേ വിഷയം ഈ 2025 ഉന്നയിച്ചുകൊണ്ട് വന്നപ്പോൾ ഒരു പരിധിവരെ ക്രൈസ്തവരുടെ തിരിച്ചറിവിൻ്റെ വില, അതിൻ്റെ ക്രെഡിറ്റ് ഒന്നും ഞങ്ങൾ ആരും എടുക്കുന്നില്ല. ക്രൈസ്തവരുടെ പൊതുവെയുള്ള അറിവ് നേടിയതിൻ്റെയും അവർക്കുണ്ടായ തിരിച്ചറിവിൻ്റെയും ഒരു ഫലമാണ് ആ കന്യാസ്ത്രീ മാപ്പ് പറയാതെ അവർ പറഞ്ഞ വാക്കിൽ ഉറച്ചു നിന്നുകൊണ്ട് ആ ഹിജാബിനെതിരെ പോരാടിയത്. അപ്പം നിങ്ങൾ ചോദിക്കും എന്താണ് ഞാൻ ഈ പറഞ്ഞത്. ഞാൻ പണ്ട് ഇതിനെക്കുറിച്ച് പ്രോഗ്രാം ചെയ്തിട്ടുള്ളതാണ്. ഈ ശിവൻകുട്ടിയൊക്കെ വരുന്നതിന് മുന്നേ ഈ പ്രോഗ്രാം ചെയ്തിട്ടുള്ളതാണ്. SFI കേരളയുടെ 2022 ഫെബ്രുവരി 22 ഫാൻസി ഡേറ്റ് ആണ്. 2022 ഫെബ്രുവരി 22 SFI കേരള നടത്തിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. നാടിൻ്റെ മതനിരപേക്ഷ മൂല്യങ്ങളെ തകർക്കരുത്. എന്താണ് ഈ മതനിരപേക്ഷ മൂല്യം എന്ന് നമുക്ക് നോക്കാം. ഹിജാബിന് വിലക്കേർപ്പെടുത്തിയ മാനന്തവാടി ലിറ്റിൽ ഫ്ലവർ സ്കൂൾ പ്രധാന അധ്യാപിക മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട SFI വയനാട് ജില്ലാ കമ്മിറ്റി പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. പ്രതിഷേധത്തിൻ്റെ ഫലമായി RDO വിളിച്ചു ചേർത്ത യോഗത്തിൽ പ്രധാന അധ്യാപികയ്ക്ക് ജാഗ്രത കുറവുണ്ടായെന്നും തെറ്റുപറ്റിയെന്ന് അധ്യാപിക സമ്മതിക്കുകയും അത് പൊതു പ്രസ്താവനയായി പ്രസിദ്ധീകരിക്കാമെന്നുള്ള ഉറപ്പിൽ പ്രതിഷേധം അവസാനിപ്പിച്ചു. മുസ്ലിം സംഘടനകൾ കമ്മ്യൂണിസ്റ്റുകാരെ ഇളക്കിവിട്ട് കാര്യം സാധിക്കുന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഞാൻ കഴിഞ്ഞിടയ്ക്ക് ഒരു പ്രോഗ്രാം തന്നെ ചെയ്തിരുന്നു. കമ്മ്യൂണിസ്റ്റുകളും മുസ്ലിങ്ങളും കമ്മ്യൂണിസ്റ്റുകളും അല്ലെ കമ്മ്യൂണിസ്റ്റുകളുടെ ഇറാൻ എന്ന് പറഞ്ഞുകൊണ്ട്. പണ്ട് ഇറാനിൽ ഇസ്ലാമിക വിപ്ലവം നടത്തിയ കാലത്തും കമ്മ്യൂണിസ്റ്റുകളുടെ കൂട്ടുപിടിച്ചാണ് മുസ്ലിം തീവ്രവാദികൾ ഇസ്ലാമിക വിപ്ലവം നടത്തി രാജഭരണത്തെ പുറത്താക്കിയതിൻ്റെ പിറ്റേ ദിവസം സംഭവിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നേതാക്കന്മാരെ എല്ലാം നാടാന്തരം തൂക്കിക്കൊല്ലുക ചെയ്ത്. ആ തൂക്കിക്കൊല്ലലിന് ഒരു മേൽനോട്ടം വഹിച്ച ടെഹ്റാനിലെ പ്രമുഖ ജഡ്ജിയായിരുന്നു പിൽക്കാലത്ത് ഇസ്രായേലായിരിക്കാം ഹെലികോപ്റ്റർ അപകടത്തിൽ തട്ടിപ്പോയ അവരുടെ പ്രസിഡന്റ്. ഓക്കെ, അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റുകൾ പണ്ട് മുതലേ ഇസ്ലാമിനൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇതര മതസ്ഥരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക. അതായത് കഴിഞ്ഞ ദിവസം ഒരു ഇമാമുണ്ടല്ലോ, ഓസ്ട്രേലിയയിൽ ഒരു ഇമാമുണ്ട്, നിങ്ങൾ പലരും കണ്ടു കാണും. എന്താ പറയുക, സെക്യുലർ ഇമാം എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പുള്ളി പറഞ്ഞത്, പുള്ളി തീവ്രവാദ ആശയമായിട്ട് നടക്കുന്ന കാലത്ത്, പുള്ളി ഒരു പക്കായ മുസ്ലിമായിട്ട് നടക്കുന്ന കാലത്ത് പുള്ളി വോട്ട് ചെയ്യുമെങ്കിൽ കമ്മ്യൂണിസ്റ്റുകൾക്ക് മാത്രമേ ചെയ്യുമുള്ളായിരുന്നു. അപ്പോൾ കാര്യം ചോദിച്ചാൽ പറയാം, അവന്മാരെ ഈസി ആയിട്ട് പറ്റിക്കാൻ പറ്റുമെന്ന്. ഇതാണ് അവരുടെ അവസ്ഥ. അപ്പോൾ 2022 CPMൻ്റെ മേൽനോട്ടത്തിൽ ഇസ്ലാമിക സംഘടനകളുടെ പിന്തുണയോടുകൂടെ ഒരു പ്രധാന അധ്യാപികയെ കൊണ്ട് ഹിജാബ് വിഷയത്തിൽ മാപ്പ് പറയിപ്പിച്ച കേരളമാണ്. എന്നാൽ 2025 ആയപ്പോഴേക്കും 3 വർഷത്തിനുള്ളിൽ കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ കാലാവസ്ഥ, കേരളത്തിൻ്റെ ക്രൈസ്തവരുടെ വെളിവ് കുറച്ചുകൂടെയൊക്കെ വർദ്ധിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കേരളത്തിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ഈ സെയിൻറ്റ് റീത്ത സ്കൂളിലെ പ്രശ്നം
എന്തിനാണ് ആ പ്രശ്നമുണ്ടായെന്ന് പോലും എനിക്കറിയില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള ഹൈക്കോടതിയുടെ വേർഡിക്റ്റ് വളരെ കൃത്യമായിട്ട് 2018 തന്നെ കേരള ഹൈക്കോടതിയുടെ വിധിയുള്ളതാണ്. അത് നിങ്ങൾക്ക് ഫാത്തിമ തസ്നീമിൻ്റെ കേസിൽ 12 വയസ്സുള്ള ഫാത്തിമ തസ്നീം എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ഹിജാബ് ഇട്ട് സ്കൂളിൽ വരണം എന്നാവശ്യപ്പെട്ട് പ്രശ്നമുണ്ടാക്കുകയും അത് കോടതിയിലെത്തുകയും ആ കോടതി വിധിയിൽ മുസ്ലിം കൂടെയായ ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖിൻ്റെ വിധി പുറത്തു വരികയും ചെയ്തതാണ്. ആ വിധിയിൽ വളരെ കൃത്യമായിട്ട് പറയുന്നത് ഇറ്റ് ഈസ് ഫോർ the institution to decide whether the petitioners can be permitted to attend the classes with the headscarf and full sleeve shirt. It is purely within the domain of the institution to decide on the same. Court cannot even direct the institution to consider such a request. Therefore, the writ petition must fail. അതായത് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അവകാശമാണ് അവിടെ ഏത് തരത്തിലുള്ള യൂണിഫോം നടപ്പിലാക്കണമെന്നുള്ളതിന്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഹെഡ് സ്കാർഫ് ധരിച്ചുകൊണ്ട് ഈ പറയുന്ന സ്കൂളിൽ ചെല്ലണമെന്ന് വിധിക്കാൻ കോടതിക്ക് അവകാശമില്ല. അതുകൊണ്ട് തന്നെ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ആ അവകാശത്തെ കോടതി മാനിക്കുന്നു. അങ്ങനെ ഈ റിട്ട് ഹർജി തള്ളുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റിസ് മുസ്താഖ് മുഹമ്മദിൻ്റെ വിധിന്യായം 2018 തന്നെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ശിവൻകുട്ടിയെ പോലുള്ള മന്ത്രിമാർ കേവലം വോട്ടിന് വേണ്ടി ഹൈക്കോടതി വിധിക്കെതിരായിട്ട് കോടതിയെ ലക്ഷ്യമാണ് ചെയ്തത് എന്ന് ഞാനിപ്പോൾ തൽക്കാലം ഒരു ആഴ്ചകൾക്ക് ശേഷം വന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അതല്ല ഇന്നത്തെ എൻ്റെ പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഹിജാബ് അല്ലെങ്കിൽ ഈ തലയിൽ തുണിയിട്ട് വരാൻ പെൺകുട്ടികൾ എന്താ പറയുക നിരത്തുന്നൊരു കാരണം എന്താണ്? പലപ്പോഴും മുസ്ലിങ്ങൾ ഞങ്ങളുടെ മതനിയമമാണ് എന്നതിനേക്കാൾ സ്ത്രീ സ്വാതന്ത്ര്യം കൊണ്ട് ഞങ്ങൾക്ക് വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്, ആ വ്യക്തി സ്വാതന്ത്ര്യം ഉപയോഗിച്ചാണ് വരണം, ഞങ്ങൾക്ക് തലയിൽ തുണിയിടണം എന്നൊക്കെയാണ് ആവശ്യപ്പെടാറ്. അതിൻ്റെ ചെറിയൊരു ഉദാഹരണം ഞാൻ കാണിക്കാം. എന്തായാലും CPM പറഞ്ഞപ്പോൾ കോൺഗ്രസ്സുകാർ ഇച്ചിരി ചിരിക്കുന്നുണ്ടാവും. ഒന്ന് കേട്ടോ. നമ്മുടെ പ്രിയങ്ക ഗാന്ധി അല്ലെങ്കിൽ വാദ്ര റോബർട്ട് വാദ്രയുടെ ഭാര്യ ആയതുകൊണ്ടാണ് ഇപ്പോൾ വാദ്ര എന്ന് കൂടെ പുള്ളിക്കാരി ട്വിറ്ററിൽ ഇടാറുണ്ട്, അല്ലെ എക്സിൽ ഇടാറുണ്ട്. അതേ 2022 അതേ വിഷയത്തിൽ ഈ ഹിജാബ് വിഷയം കർണാടകയിൽ കത്തിയുന്നപ്പോൾ അതൊന്ന് ഇങ്ങോട്ടും കൊളുത്താൻ വേണ്ടി നോക്കിയതാണ് മുസ്ലിങ്ങൾ. ആ വിഷയത്തിൽ കർണാടകയിൽ ഹിജാബ് വിഷയം കത്തിനിൽക്കുന്ന സമയത്ത് പ്രിയങ്ക ഗാന്ധി നടത്തിയ അന്ന് ട്വിറ്റർ ആയിരുന്നു, എക്സ് അല്ലല്ലോ, അന്ന് ട്വിറ്റർ ആയിരുന്നു, ട്വിറ്ററിൽ നടത്തിയ പ്രസ്താവനയാണ് ഇത്. വെദർ ഇറ്റ് ഈസ് എ ബിക്കിനി or a goonghat, a pair of jeans or a hijab, it is a woman's right to decide what she wants to wear. ഒരു സ്ത്രീയുടെ അവകാശമാണ് അവൾ എന്ത് ധരിക്കണമെന്നുള്ളത്. അതൊരു ബിക്കിനി ആയിക്കൊള്ളട്ടെ, ഒരു ഗൂൺഘാട്ട് ആയിക്കൊള്ളട്ടെ, ഒരു പെയർ ഓഫ് ജീൻസ് ആയിക്കൊള്ളട്ടെ, അവൾ എന്താണോ ധരിക്കണം എന്നുള്ളത് അവളുടെ അവകാശമാണ്. ദിസ് റൈറ്റ് ഇസ് ഗ്യാരണ്ടീഡ് ബൈ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടന ഈ അവകാശം ഉറപ്പു നൽകുന്നു. ശരിയാണ്. എന്നാൽ ഈ പ്രിയങ്ക ഗാന്ധിയുടെ വാക്കും കേട്ടിട്ട് ഏതെങ്കിലും പെമ്പിള്ളേർ ബിക്കിനി ഇട്ടുണ്ട് സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ കയറ്റാൻ പറ്റുമെന്നാണോ പ്രിയങ്ക ഗാന്ധി പറയുന്നത്? ഇവിടെ സായിപ്പന്മാരുടെ സ്കൂളിൽ പോലും കയറ്റത്തില്ല. ബിക്കിനി കണ്ടുപിടിച്ചത് യൂറോപ്യൻസ് ആണ്. ആ യൂറോപ്യൻസിൻ്റെ സ്കൂളിൽ പോലും ബിക്കിനി ഇട്ടുണ്ട് സ്കൂളിൽ വരണമെന്ന് പറഞ്ഞാൽ അവർ കയറ്റത്തില്ല. എന്തിന്? ബിക്കിനി ഇട്ടുണ്ട് ഓഫീസിൽ വരണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. കാര്യം ഒരു സ്ഥാപനത്തിന് അതിൻ്റെ മാന്യതയ്ക്ക് കാണിക്കുന്ന ഒരു ഡ്രസ് കോഡുണ്ട്. ബിക്കിനി ഇടേണ്ട സ്ഥലമുണ്ട്, അത് ബീച്ച്, അവരവിടിടും. അല്ലാതെ ഈ ബിക്കിനി ഇട്ടുണ്ട് സ്കൂളിലോ ഓഫീസിലോ അല്ലെങ്കിൽ ഒരു സിനിമാ തിയേറ്ററിലോ മറ്റൊരു പൊതുസ്ഥലത്തോ അവരാരും വരില്ല. അപ്പൊ പ്രിയങ്ക ഗാന്ധിയുടെ അഭിപ്രായ പ്രകാരം ഹിജാബിനെ ന്യായീകരിക്കാൻ വേണ്ടി ചെയ്തതാ. പ്രിയങ്ക ഗാന്ധിയുടെ ഹിജാബ് ന്യായീകരണ പ്രസ്താവന കാരണം വേണം മോസ്കിൽ വരെ പെണ്ണുങ്ങൾക്ക് ഈ പറയുന്ന ബിക്കിനി ഇട്ടുണ്ട് ചെല്ലാമെന്നാണ് പുള്ളിക്കാരി പറഞ്ഞു വെക്കുന്നത്. ഹിജാബിനെ ന്യായീകരിച്ചാണ്. എന്നാൽ ഈ പ്രിയങ്ക ഗാന്ധിക്ക് മോസ്കിൽ ഒരു പെൺകുട്ടിയെ ബിക്കിനി ഇട്ട് കയറ്റാൻ പറ്റുമോ? എന്തിനു പറയുന്നു? കോൺഗ്രസിന്റെ പ്ലീനത്തിൽ ബിക്കിനിയിട്ട് ഒരു പെൺകുട്ടിയെ അവർ പണ്ടൊക്കെ ഇവർ ഈ സോഫ ഇട്ട് അല്ലെ ഈ ബെഡ് മാട്രസ് വിരിച്ചിട്ടിട്ട് മാട്രസിന്റെ പുറത്തിരുന്നാണ് ഇവർ പ്ലീനമൊക്കെ കൂടുന്നത്. കോൺഗ്രസിന്റെ കോർ കമ്മിറ്റിയും വർക്കിംഗ് കമ്മിറ്റിയൊക്കെ കൂടുന്നത് അങ്ങനെയായിരുന്നു പണ്ട്. കഴിഞ്ഞിടക്കാണ് കസേര മേശയൊക്കെ മാറിയത്. അപ്പോൾ ഈ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ ബിക്കിനി ഇട്ടുണ്ട് ഒരു നേതാവ് വന്നാൽ നിങ്ങൾ സമ്മതിക്കുമോ? ഇല്ലല്ലോ. നിങ്ങൾ കയറ്റൂ? ഇല്ലല്ലോ. അപ്പം പിന്നെ ഇരട്ടത്താപ്പ് കാണിച്ച ഹിജാബിനെ ന്യായീകരിക്കുന്നത്. ഹിജാബ് എന്ന് പറയുന്ന ഒരു വ്യക്തി സ്വാതന്ത്ര്യമല്ല. ഇസ്ലാമിലെ ഒരു വ്യക്തിക്കും വ്യക്തി സ്വാതന്ത്ര്യമില്ല.
അവരുടെ മതത്തിൻ്റെ ശാസനയാണ് ഈ ഹിജാബ് എന്ന് പറയുന്നത്. ഈ ഹിജാബ് എന്ന് പറയുമ്പോൾ മതശാസനയാണെന്ന് പറയുമ്പോൾ പോലും നിങ്ങൾ ഓർക്കേണ്ട ഒരു വസ്തുതയുണ്ട്. ഈ പറയുന്ന പ്രിയങ്ക ഗാന്ധിക്കോ ഇവിടെ കിടന്ന് ഹിജാബിന് ന്യായീകരിക്കുന്ന ശിവൻകുട്ടി സാറിനോ ഈ ഹിജാബ് എന്താണെന്ന് സത്യം പറഞ്ഞ് അറിയില്ല. കേരളത്തിൽ ഈ ഹിജാബിനെ കുറിച്ച് പ്രതികരിച്ച 90% പേർക്കും ഹിജാബ് എന്താണെന്ന് അറിയില്ല. ഇനി ഈ ഹിജാബ് പ്രസ്ഥാനം കൊണ്ടുവന്ന മുഹമ്മദ് നബിയെ നേരിട്ട് കൊണ്ടുവന്ന് നിർത്തിയിട്ട് എൻ്റെ പൊന്നു മുഹമ്മദ് ഹിജാബ് എന്ന് വെച്ചാൽ ശരിക്കും എന്താ നിങ്ങൾ ഉദ്ദേശിച്ചേ എന്ന് ചോദിച്ചാൽ അങ്ങേർക്ക് പോലും അറിയില്ല. അതാണ് വാസ്തവം. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അതായത് മുഹമ്മദിനെ 6-ാം നൂറ്റാണ്ടിലെ ശവക്കുഴിയിൽ നിന്ന് ജീവനോടെ കൊണ്ടുവന്ന് മുമ്പിൽ നിർത്തിയിട്ട് അദ്ദേഹത്തോട് ചോദിച്ചാലും ശരിക്കും താങ്കൾ ഈ ഹിജാബ് കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചാൽ പുള്ളിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? കാരണം വായി തോന്നിയത് കോതക്ക് പാട്ടാണല്ലോ. അതുകൊണ്ടാണ് ഇതൊന്നും പറഞ്ഞു തരാൻ പറ്റാത്തത്. തലയിലിരിത്തിരി തുണി ഇടുന്നതല്ല ഹിജാബ് എന്ന് പറയുന്നത്. ഖുറാൻ പ്രകാരം, ഖുറാനും ഹദീസുകളും, അതായത് ഇവരുടെ ശരീഅത്ത് നിയമപ്രകാരം, ഇസ്ലാമിക മതപ്രമാണങ്ങൾ പ്രകാരം 2 തരത്തിലുള്ള ഹിജാബുകളെ കുറിച്ചാണ് പറയുന്നത്. ഇതിൽ ഏതിനെയാണ് യഥാർത്ഥത്തിൽ ഹിജാബ് എന്ന് വിളിക്കേണ്ടതെന്ന് അതാ ഞാൻ പറഞ്ഞ മുഹമ്മദിനെ വിളിച്ചിട്ട് മുമ്പിൽ നിർത്തിയിട്ട് ശരിക്കും ഹിജാബ് കൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശം എന്ന് ചോദിച്ചാൽ അങ്ങേർക്ക് പോലും അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. 2 തരത്തിലുള്ള ഹിജാബാണ് ഇവർ പഠിപ്പിക്കുന്നത് ഈ ഖുറാനകത്തുള്ളത്. നമുക്കതൊന്ന് വിശദമായിട്ട് നോക്കാം. ഹിജാബ് ടൈപ്പ് 1 അത് ശരിക്കും ഒരു മറയാണ്, അതായത് ഒരു വിരിപ്പാണ്. നമുക്ക് നോക്കാം. ഖുറാനിൽ ഹിജാബ് എന്ന് ഉപയോഗിക്കുന്ന വാക്യങ്ങൾ, ആയത്തുകൾ എല്ലാം നിങ്ങളുടെ മുന്നിൽ ഞാൻ എടുത്തു തരാം. എല്ലാം അല്ലെങ്കിലും കുറേയെങ്കിലും നിങ്ങളുടെ മുന്നിൽ ഞാൻ എടുത്തു തരാം. 1-ാമത്തെ ആയത്ത് ഖുറാനിലെ 7-ാമത്തെ സൂറ 46-ാമത്തെ ആയത്ത്. ആ 2 വിഭാഗങ്ങൾക്കിടയിൽ ഒരു തടസ്സമുണ്ടായിരിക്കും എന്നാണ് മലയാളത്തിൽ വായിക്കുന്നത്. ആ 2 വിഭാഗങ്ങൾക്കിടയിൽ ഒരു ഹിജാബ് ഉണ്ടായിരിക്കും. അതായത് 2 കൂട്ടരെ വേർതിരിച്ച് നിർത്തുന്ന ഒരു മറ എന്നാണ് ഹിജാബിന് ഖുറാൻ കൊടുക്കുന്ന അർത്ഥം. 2-ാമത്തെ ആയത്ത് ഖുറാനിലെ 17-ാമത്തെ സൂറ 45-ാമത്തെ ആയത്തിലും ഈ പറയുന്ന 7-ാമത്തെ സൂറ 46-ാമത്തെ ആയത്ത്, സൂറത്ത് അൽ-റാഫിലെ 46-ാമത്തെ ആയത്താണ് ഞാൻ ആദ്യം വായിച്ചത്. ഇനി ഖുറാനിലെ 17-ാമത്തെ സൂറ 45-ാമത്തെ ആയത്ത്, സൂറത്ത് ഇസ്രായിലെ 45-ാമത്തെ ആയത്തിൽ നീ ഖുറാൻ പാരായണം ചെയ്താൽ നിന്റെയും പരലോകത്തിൽ വിശ്വസിക്കാത്തവരുടെയും ഇടയിൽ ദൃശ്യമല്ലാത്ത ഒരു മറ ഉണ്ടായിരിക്കും, ഒരു ഹിജാബ് നാം വെക്കുന്നതാണ്. അതായത് ഹിജാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കൂട്ടരുടെ ഇടയിലുള്ള ഒരു മറയെ, ഒരു തടസ്സത്തെ, 2 കൂട്ടർക്കും പരസ്പരം ബന്ധപ്പെടാനാവാത്ത ഒരു തടസ്സത്തെയാണ് ഈ പറയുന്ന ഹിജാബ് എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത്. ഖുറാനിലെ 19-ാം അധ്യായം 17-ാമത്തെ ആയത്ത്, സൂറ മറിയത്തിലെ 17-ാമത്തെ ആയത്ത്, എന്നിട്ടവർ കാണാതിരിപ്പാൻ അവൾ ഒരു മറയുണ്ടാക്കി, ഒരു ഹിജാബ് ഉണ്ടാക്കി, അപ്പോൾ നമ്മുടെ ആത്മാവിനെ പുരുഷന്റെ രൂപത്തിൽ അവിടേക്ക് അയച്ചു. ഓക്കെ, അപ്പോൾ മറിയം മറ്റുള്ളവരിൽ നിന്ന് മറഞ്ഞിരിക്കാൻ വേണ്ടി, ഒളിവിൽ താമസിക്കാൻ വേണ്ടി, മറ്റുള്ളവർ കാണാതിരിക്കാൻ വേണ്ടി ഒരു മറയിട്ടു. ആ മറയെ അറബിയിൽ ഖുറാനിൽ എഴുതി വച്ചിരിക്കുന്നത് ഹിജാബ് എന്നുള്ളതാണ്. അതിനെ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതാണ് മറ എന്ന്. 4-ാമത്തെ ആയത്ത് ഖുറാനിലെ 33-ാമത്തെ സൂറ, സൂറത്ത് അഹ്സാബിലെ 53-ാമത്തെ ആയത്ത്, ഹിജാബിന്റെ ആയത്ത് എന്നറിയപ്പെടുന്ന ആയത്ത്. നിങ്ങൾ അവരോട് നബിയുടെ ഭാര്യമാരുടെ വല്ല സാധനവും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ അവരോട് ഹിജാബ് അഥവാ മറയുടെ പിന്നിൽ നിന്ന് ചോദിച്ചുകൊള്ളുക. അതായത് നബിയുടെ ഭാര്യമാർക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇടയിലുള്ള ഒരു മറയാണ് ഈ പറയുന്ന ഹിജാബ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പുരുഷന്മാർ സ്ത്രീകളോട് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ഒരു മറയുടെ അപ്പുറം നിന്ന് ചോദിക്കണം, ഒരു ഹിജാബിന്റെ അപ്പുറം നിന്ന് ചോദിക്കണം എന്നാണ് പറയുന്നത്. അതായത് പുരുഷനും സ്ത്രീയും തമ്മിൽ പരസ്പരമായി കാണാനുള്ള സാധ്യത പാടില്ല എന്നുള്ളതാണ് ഹിജാബ് എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത്. അല്ലാതെ സ്ത്രീകൾ തലയിലിടുന്ന തുണീനെ ഹിജാബ് എന്ന് ഇസ്ലാമിൽ പഠിപ്പിക്കുന്നില്ല. തലയിൽ ഇത്തിരി തുണി ഇടുന്നതല്ല ഹിജാബ്. ഹിജാബ് എന്ന് പറഞ്ഞാൽ പുരുഷനിൽ നിന്ന് സ്ത്രീയെ മറകെട്ടി വേർതിരിക്കുന്ന പ്രസ്ഥാനത്തെയാണ് ഹിജാബ് എന്നതുകൊണ്ട് ഖുറാനകത്ത് വിവക്ഷിക്കുന്നത്. തീർന്നില്ല. 5-ാമത്തെ സൂറ ആയത്ത് ഖുറാനിലെ 38-ാമത്തെ സൂറ 32-ാമത്തെ ആയത്ത്, സൂറത്ത് സ്വാദിലെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ രക്ഷിതാവിൻ്റെ സ്മരണയുടെ അടിസ്ഥാനത്തിലാണ് ഐശ്വര്യത്തെ ഞാൻ സ്നേഹിച്ചിട്ടുള്ളത്. അങ്ങനെയാവാ, അതായത് കുതിരകൾ ഹിജാബിൽ പോയി മറഞ്ഞു, ഒരു മറവിൽ പോയി മറഞ്ഞു. ഒരു മറ ആണ് ഇവർ ഹിജാബ് എന്നതുകൊണ്ട് ഖുറാനിൽ വിവക്ഷിക്കുന്നത്. 6-ാമത്തെ ആയത്ത് ഖുറാനിലെ 41-ാമത്തെ സൂറ 5-ാമത്തെ ആയത്ത്, സൂറ ഫുസിലത്തിലെ. അവർ പറഞ്ഞു, നീ ഞങ്ങളെ എന്തോന്നിലേക്ക് വിളിക്കുന്നുവോ അത് മനസ്സിലാക്കാനാവാത്ത വിധം ഞങ്ങളുടെ ഹൃദയങ്ങൾ
ഹൃദയങ്ങൾ മൂടികൾക്കുള്ളിലാകുന്നു, ഞങ്ങളുടെ കാതുകൾക്ക് ബധിരതയുമാകുന്നു. ഞങ്ങൾക്കും നിനക്കുമിടയിൽ ഒരു ഹിജാബുണ്ട്, ഒരു മറയുണ്ട്. രണ്ട് കൂട്ടർക്കിടയിലുള്ള മറ എന്നതാണ് ഹിജാബിന് ഖുറാനിൽ കൊടുക്കുന്ന അർത്ഥം. ഖുറാനിലെ 42-ാമത്തെ സൂറ 51-ാമത്തെ ആയത്ത്, സൂറത്ത് ഷൂറയിലെ 51-ാമത്തെ ആയത്ത്. നേരിട്ടുള്ളൊരു ബോധനം എന്ന നിലയിലോ ഒരു ഹിജാബ് അഥവാ മറയുടെ പിന്നിൽ നിന്നായിക്കൊണ്ട് ഒരു ദൂതനെ അയച്ച് അള്ളാഹുവിൻ്റെ അനുവാദപ്രകാരം തുടരുന്നു. അതായത് രണ്ട് കൂട്ടർക്കിടയിലുള്ള ഒരു വിരി, ഒരു മറ, ഒരു തടസ്സമാണ് ഹിജാബ് എന്നതുകൊണ്ട് ഖുറാൻ വിവക്ഷിക്കുന്നത്. ഇതാണ് ഹിജാബ് നമ്പർ 1 എന്ന് പറയുന്നത്. ഈ ഹിജാബിനെയാണോ ഇവർ സ്കൂളിലേക്ക് കൊണ്ടുവരണമെന്ന് പറയുന്നത്? ഇതാണ് ഇസ്ലാമിക ഹിജാബ്. ഇത്രയും നിങ്ങൾക്ക് ഖുറാനിലെ ആയത്തുകൾ, ഹിജാബിൻ്റെ ആയത്തെന്ന് പറയുന്ന ആയത്തടക്കം ഖുറാനിലെ ആയത്തുകളെല്ലാം ഞാൻ നിങ്ങൾക്ക് നിരത്തി തന്നു. ഖുറാനിൽ മുഹമ്മദ് പഠിപ്പിച്ച ഹിജാബ് എന്ന് പറയുന്നത് ഈ സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ പരസ്പരം കാണാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മറയാണ്. പരപുരുഷന്മാർ മുഹമ്മദിന്റെ വീട്ടിൽ വന്ന് ഭാര്യയെ വായിട്ട് നോക്കുന്നു എന്ന് അദ്ദേഹത്തിന് പരാതി ഉണ്ടായിട്ട് അദ്ദേഹത്തിന് അത് പറയാൻ നാണമായപ്പോൾ അള്ളാഹു ആയത്തിറക്കിയിട്ട് അദ്ദേഹം തന്നെ ആ നാണമില്ലാതെ അത് പറഞ്ഞു എന്നാണ് ഖുറാനിൽ പോലും സൂറ അഹ്സാബിൽ അത് പറയുന്നത്. നിനക്കത് പറയാൻ നാണക്കേടായതുകൊണ്ട്, ലജ്ജയായതുകൊണ്ട് ഞാൻ ആയത്തിറക്കി നിന്നെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്നു, നീ വീണ്ടും നാണം കെട്ടോളൂ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ പരപുരുഷന്മാരും സ്ത്രീകളുമിടയിലുള്ള, പുരുഷന്മാരും സ്ത്രീകളുമിടയിലുള്ള മറയാണ് ഹിജാബ് എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നതെങ്കിൽ ഇതാണ് ഇസ്ലാമിക മതശാസനം. ഈ ഹിജാബ് ഇട്ടുകൊണ്ട് സ്കൂളിൽ വരണമെന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടി എന്താ പറയുക, പണ്ട് ഈ കഥകളിക്കാർക്ക് സ്ക്രീന് ഈ ബെഡ്ഷീറ്റ് പോലത്തെ സാധനം ഇങ്ങനെ പിടിച്ചു വയ്ക്കുമല്ലോ. അങ്ങനെ ഒരു കാര്യം ചെയ്യിപ്പോ കുട്ടിയുടെ അപ്പനും അമ്മയും കൂടെ ഒരു ബെഡ്ഷീറ്റും പിടിച്ചുകൊണ്ട് കുട്ടിയുടെ കൂടെ ഇങ്ങനെ ഈ പാവകളിക്കാർ നടക്കണ പോലെ നടക്ക്. എന്നിട്ട് കുട്ടി ക്ലാസ്സിലിരിക്കുമ്പോൾ കുട്ടിയുടെ മുമ്പിൽ സാറന്മാരാണ് പറഞ്ഞെങ്കിൽ നേരെ ആ ബെഡ്ഷീറ്റ് കുട്ടിയുടെ മുമ്പിലിടുക. അപ്പുറത്ത് ആമ്പിള്ളേരാണെങ്കിൽ ഒരു ബെഡ്ഷീറ്റ് ഇടുക. അതിനൊക്കെ ഭേദമേ. ഈ നാട്ടിൽ പഴയ കാലത്തേക്ക് കുളിമുറിയൊക്കെ നമ്മൾ അറ്റാച്ച്ഡ് ബാത്റൂമിൽ കൊണ്ടാവണം മറപ്പുര കിട്ടുമല്ലോ. ഒരു മറപ്പുരങ്ങ് ഇട്ടിട്ട് ആ കൊച്ചിനെ അതിനകത്താക്കിയിട്ട് ആ മറപ്പുര ഒരു ഉന്തുവണ്ടി വെച്ചിട്ട് ഉന്തിക്കൊണ്ടങ്ങ് പോവുക. അതാകുമ്പോൾ ഹിജാബായി കുട്ടിക്ക് ഒരു പ്രശ്നവും ഇല്ലാതെ ഇസ്ലാം മതശാസന അനുസരിച്ച് സ്കൂളിലിരിക്കുക. ഇതാണോ? ഈസ് ഇറ്റ് കമ്പാറ്റബിൾ വിത്ത് ദ മോഡേൺ സൊസൈറ്റി? ഒരു ആധുനിക ലോകത്തിന്, ഒരു ആധുനിക സമൂഹത്തിന് ഇത്തരം പ്രാകൃത മതാചാരം ആധുനിക സമൂഹത്തിന് യോജിച്ചതാണോ? ഒരു സ്കൂളിൽ എന്നല്ല, ഒരു നാട്ടിൽ യോജിച്ചതാണോ? കേരള നിയമസഭയിൽ വനിതാ MLA-മാരുടെയും പുരുഷ MLA-മാരുടെയും ഇടയിൽ ഒരു വിരിയിടണം എന്ന് പറഞ്ഞാൽ അത് കേരള നിയമസഭയ്ക്ക് യോജിക്കുമോ? വനിതാ MLA-മാര് പുരുഷ MLA-മാരെ കാണാൻ പാടില്ല, ഇനി സ്പീക്കർ ശിഖണ്ഡികളെ പിടിച്ചിരുത്ത് സ്പീക്കറാക്കണം എന്നൊക്കെ പറഞ്ഞാൽ നടക്കുവോ? അല്ലെ, സ്പീക്കർക്ക് വനിതാ MLA-മാരെ കാണാൻ പാടില്ല, അവിടെ കർട്ടനിട്ട് മറക്കണം, ഹിജാബിട്ട് മറക്കണം, അതാണ് ഞങ്ങളുടെ മതം, ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം അനുസരിക്കാനുള്ള ഇതുണ്ടെന്ന് പറഞ്ഞ് ഫോർ എക്സാമ്പിൾ നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അല്ലേ ഇപ്പോഴത്തെ സ്പീക്കർ MN ഷംസീർ അല്ലേ, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, പുള്ളിക്കാരൻ സ്പീക്കർ ആയിരുന്നല്ലോ MN ഷംസീർ, ഇപ്പോഴും പുള്ളിക്കാരൻ തന്നെയാണെന്നുള്ള ഉദ്ദേശത്തിൽ അങ്ങ് പറഞ്ഞോട്ടെ. ഷംസീർ ഒരു മുസ്ലിമാണ്, അദ്ദേഹം ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോന്ന് എനിക്കറിയില്ല. ഫോർ എക്സാമ്പിൾ ഹൈപ്പോത്തറ്റിക്കലി പുള്ളി ഒരു പ്രാക്ടീസിങ് മുസ്ലിം ആണ് എന്നിരിക്കട്ടെ. അദ്ദേഹം സ്പീക്കറായിരിക്കുമ്പോൾ വനിതാ MLA-മാരെ കാണാൻ പാടില്ല, എനിക്ക് എൻ്റെ മതശാസനം എനിക്കനുസരിക്കണം, എനിക്ക് എൻ്റെ മതത്തിൻ്റെ നിയമം പാലിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കേരള നിയമസഭയുടെ സ്പീക്കറിന്റെ വേദിക്ക് മുന്നിൽ ഒരു കർട്ടനിട്ടാൽ ഇത് അക്സെപ്റ്റബിൾ? നോ. അപ്പൊ പിന്നെ നിയമസഭക്കകത്ത് നടപ്പാക്കാൻ പറ്റാത്തൊരു കാര്യം സ്കൂളിൽ നടപ്പാക്കണമെന്ന് പറയാൻ ശിവൻകുട്ടി സാറിന് ചവിട്ടിപ്പൊളിക്കാനുള്ള മേശയല്ല സ്കൂള് എന്ന് പറയുന്നത്. അങ്ങേർക്ക് ഈ കമ്പ്യൂട്ടർ എടുത്ത് തലക്കമുകളിലൂടെ അറിയുന്ന ആ പ്രസ്ഥാനം നടപ്പാക്കുന്ന നിയമസഭയിൽ പോലും ഈ മതശാസനം ഇവർ നടപ്പാക്കിയിട്ടില്ലല്ലോ, ഈ ഹിജാബ് ഇവർ കൊണ്ടുവന്നിട്ടില്ലല്ലോ, ഈ കർട്ടൻ ഇവർ വലിച്ചു കെട്ടിയിട്ടില്ലല്ലോ. പിന്നെ ഇത് ക്രിസ്ത്യൻ സ്കൂളുകൾ നടപ്പാക്കണമെന്ന് പറയാൻ എൻ്റെ പൊന്നു സാറേ, നിങ്ങൾക്ക് വണ്ടി കിട്ടി ഈ AD 600 പോയെങ്കിൽ നിങ്ങളങ്ങ് പോവുക. ഞങ്ങൾ ഈ മനുഷ്യന്മാരെ എന്തിനാണ് നിങ്ങൾ AD 600 കൊണ്ടുപോകണേ? CPM-കാർ പോണെ പൊക്കോളൂ. AD 600 സൗദി അറേബ്യയിലോ മക്കയിലോ അവിടെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഹിജാബ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സൽമാൻ രാജാവ് ചെകളക്കറണം കൊടുക്കും. അതുകൊണ്ട് ഇനി അവിടെ ചെന്നിട്ട് കമ്മ്യൂണിസ്റ്റാന്ന് പറഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം പിന്നെ പുറലോകം കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഈ നമ്മുടെ പിണറായി വിജയൻ സാറൊക്കെ അമേരിക്കയിൽ പോകുമ്പോൾ ഇവിടെ നിന്ന് വണ്ടി കയറുമ്പോൾ അരിവാൾ ചുറ്റിക നക്ഷത്രം ഉണ്ടാവും. അവിടെ ചെന്ന് ഫ്ലൈറ്റ് ഇറങ്ങുമ്പോൾ ചുറ്റികയും അരിവാളും പറന്ന് നാട്ടിൽ തന്നെ ഇങ്ങ് പോരും ലഗേജിൻ്റെ കൂടെ. നക്ഷത്രം മാത്രമാകും. കാര്യം എന്താ? അരിവാൾ ചുറ്റിയ നക്ഷത്രം വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയിൽ അകത്ത് പോകും. അതുകൊണ്ട് തിരിച്ച് അമേരിക്കയിൽ എത്തുമ്പോഴേക്കും അരിവാളും ചുറ്റിയൊക്കെ വീട്ടിൽ വെച്ചിട്ട് നക്ഷത്രം മാത്രമായിട്ട് ചുവന്നുകൊണ്ട് വരും.
തിരിച്ചു വരുമ്പോൾ ആ നക്ഷത്രം അരിവാളും ചുറ്റിയും കൂടെ ഒന്നിച്ച് കൂട്ടിയേപ്പിച്ച് വീണ്ടും ഇൻഗ്ലാബ് സിന്ദാബാദ് വിളിച്ച് നാട്ടിലിരിക്കും. ഇതാണ് അവസ്ഥ. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ പിണറായി വിജയൻ്റെ ഏതെങ്കിലും എല്ലാ അമേരിക്കൻ പരിപാടികളും നോക്കി ഒരു അരിവാൾ ചുറ്റിയും കാണില്ല, നക്ഷത്രമല്ലാതെ ഒരു അരിവാളും കാണില്ല, ഒരു ചുറ്റിയും കാണില്ല. അപ്പം അതുപോലെ നിങ്ങൾക്ക് വണ്ടി പിടിച്ച് സൗദിയിലോ എവിടെയെങ്കിലും പോയി ഹിജാബ് ഇട്ടിരിക്കണമെങ്കിൽ ഇരുന്നോളൂ കമ്മ്യൂണിസ്റ്റുകാരെ, ദയവ് ചെയ്ത്. ഇപ്പം പ്രിയങ്ക ഗാന്ധിക്ക് ബിക്കിനി ഇട്ട് സൗദി മസ്ജിദിൽ പോകണമെന്ന് പറഞ്ഞാൽ പോയിക്കോളൂ, വ്യക്തി സ്വാതന്ത്ര്യം പറഞ്ഞ് ചെന്നാൽ മതി. പ്രിയങ്ക ഗാന്ധിയും വധേരെ ഒന്നും കാണില്ല, അതേ കാണുള്ളൂ. അവർ തലവെട്ടിക്കളയും. എന്തിനാ വെറുതെ ആ പാടുപെടുന്നത്? ഓക്കെ. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഹിജാബ് എന്നുള്ളത് വ്യക്തമായും ഒരു മറയാണ്, ആണിനെയും പെണ്ണിനെയും വേർതിരിക്കുന്ന മറയാണ് എന്നുള്ളതിൻ്റെ ഖുറാനിലെ തെളിവുകളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി നമുക്ക് ഹദീത്തുകളിൽ നിന്നുള്ള സഹിഹായ ഹദീത്തുകളിൽ നിന്നും അതിന് നമുക്ക് തെളിവെടുക്കാം. സുനാൻ അൽ നസായി ബുക്ക് നമ്പർ 26 ഹദീസ് നമ്പർ 57 സഹിഹായ ഹദീസാണ്. അനസ് ഇബ്നു മാലിക് നിവേദനം. സൈനബ് ബിൻ ജയ്ഷ് യൂസ്ഡ് ടു ബോസ്റ്റ് ടു ദ അതർ വൈഫ്സ് ഓഫ് ദ പ്രൊഫറ്റ് ആൻഡ് സേ അല്ലാഹ് മാരി മീ ടു ഹിം ഫ്രം എബോവ് ദ ഹെവൻസ്. ഈ മുഹമ്മദിൻ്റെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ നാലാമത്തെയോ ഭാര്യമാരിൽ ഒരാളായ സൈനബ, മരുമോളായിരുന്ന സൈനബയെ വിവാഹം കഴിച്ചല്ലോ മുഹമ്മദ്, സ്വന്തം മരുമോളെ വിവാഹം കഴിച്ചു. അങ്ങനെ രണ്ടാം കെട്ടുകാരിയായ സൈനബ മുഹമ്മദിനെ വിവാഹം കഴിച്ചപ്പോൾ പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ്, അള്ളാഹ് മാരീഡ് മീ ടു ഹിം ഫ്രം എബോവ് ദ ഹെവൻ. സ്വർഗത്തിൽ നിന്നാണ് അള്ളാഹു എന്നെ, മുഹമ്മദിനെ, അമ്മായച്ചനെ എന്നെ പിടിച്ച് കെട്ടിച്ചത്. ആൻഡ് ദ വേർഡ്സ് ഓഫ് ഹിജാബ് വാസ് റിവീൽഡ് കൺസേണിങ് ഹെർ. സൈനബയെ കുറിച്ചാണ് ഈ ഹിജാബ് ആയത്ത് വന്നത്. അതായത് മുഹമ്മദ് തൻ്റെ മരുമോളെ വിവാഹം കഴിച്ചില്ലായിരുന്നെങ്കിൽ മുഹമ്മദിൻ്റെ വളർത്തുമകനായിരുന്ന സയ്യിദ് ഇബ്നു മുഹമ്മദ് എന്നറിയപ്പെട്ടിരുന്ന സയ്യിദിൻ്റെ ഭാര്യ സൈനബയെ മുഹമ്മദ് കണ്ട് ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചില്ലായിരുന്നെങ്കിൽ ഈ ഹിജാബിൻ്റെ പ്രശ്നമായിട്ട് നാട്ടിൽ, അതായത് പണ്ട് 10,400 വർഷങ്ങൾക്ക് മുന്നേ ഏതോ ഒരു അറബി ഏതോ ഒരു തൻ്റെ സ്വന്തം മരുമോളെ വിവാഹം കഴിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ കേരളത്തിലെ ക്രിസ്ത്യൻ സ്കൂളിലെ കന്യാസ്ത്രീമാർക്ക് കിടക്കപ്പുറത്ത് ഇല്ലാത്തത്. ഒന്ന് ആലോചിച്ച് നോക്കണേ. 10,400 വർഷങ്ങൾക്ക് മുന്നേ 4,000 കിലോമീറ്റർ അകലെ കിടക്കുന്ന മക്കയിലെ ഏതോ ഒരു ഖുറൈശി അറബി അദ്ദേഹത്തിൻ്റെ മരുമോളെ ഡിവോഴ്സ് ചെയ്യിച്ചിട്ട് വിവാഹം കഴിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ അങ്ങേരേതോ പുസ്തകം ഇറക്കിയെന്ന് പറഞ്ഞ് കേരളത്തിലെ ക്രിസ്ത്യൻ സ്കൂളുകൾക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് എവിടത്തെ ന്യായമാണ് എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചിട്ട് പറയുക. ആ ആയത്താണ് നിങ്ങളിവിടെ കാണുന്നത്. നിങ്ങളവരോട്, നബിയുടെ ഭാര്യമാരോട് വല്ല സാധനവും ചോദിക്കുകയാണെങ്കിൽ നിങ്ങളവരോട് ഹിജാബിൻ്റെ അഥവാ മറയുടെ പിന്നിൽ നിന്ന് ചോദിച്ചുകൊള്ളുക. സൂറ 33 സൂറ അഹ്സാബിൻ്റെ 53 ആയത്ത്. അതാണ് നിങ്ങളുടെ ഹൃദയങ്ങൾക്കും അവരുടെ ഹൃദയങ്ങൾക്കും കൂടുതൽ സംശുദ്ധമായുള്ളത് എന്നാണ് മുഹമ്മദ് ഇവിടെ വിശേഷിപ്പിക്കുന്നത്. അപ്പം നിങ്ങൾ ഓർക്കും, ഞാനൊരു ചെറിയൊരു റിലേഷൻഷിപ്പ് എക്സാമ്പിൾ ഇതിനകത്തൊന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോകാം. ഇപ്പോൾ ഇസ്ലാമിക കോൺസെപ്റ്റ് അനുസരിച്ചിട്ട് ഈ ആയത്ത് അള്ളാഹു എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരൻ, ദൈവം എന്ന് ഇവർ വിളിക്കുന്ന ഈ അള്ളാഹു മുഹമ്മദിന് കൊടുത്തു. അതുകൊണ്ട് അള്ളാഹു മുഹമ്മദിൻ്റെ ആരായി? ദൈവമായി. മുഹമ്മദ് അള്ളാഹുവിൻ്റെ ആരായി? പ്രവാചകനായി. ഇതാണല്ലോ ഇസ്ലാമിക വെപ്പ്. അതായത് ആയത്ത് ആരാണോ കൊടുക്കുന്നത് അയാൾ ദൈവം, ആയത്ത് കേട്ട് ആയത്ത് മനുഷ്യർക്ക് വേണ്ടി കൊടുക്കുന്നയാൾ ആരാണ്? അയാൾ പ്രവാചകൻ. ശരിയാണല്ലോ? ഞാൻ പറഞ്ഞു, ഒന്നുകൂടെ ആവർത്തിക്കാം. ആയത്ത് ഒറിജിനലി ഇറക്കുന്ന ആളാരാണോ അയാളാണ് ദൈവം. അങ്ങേരെ ആയത്ത് ആർക്കാണോ കൊടുക്കുന്നത് അതാണ് പ്രവാചകൻ. ശരിയാണല്ലോ? നമുക്ക് സഹിഹായ മറ്റൊരു ഹദീസ് ഒന്ന് പരിശോധിച്ച് നോക്കാം. സഹീഹ് അൽ ബുഖാരി, ആർക്കും സംശയമില്ലല്ലോ, സഹിഹായ ഹദീസ. പ്രത്യേകിച്ച് സംശയിക്കേണ്ട യാതൊരു കാര്യമില്ല. സഹീഹ് അൽ ബുഖാരി ആയതുകൊണ്ട് തന്നെ സഹിഹായ ഹദീസ. ഓക്കെ, ഇച്ചിരി വലുതാക്കി കാണിക്കാം. ബുക്ക് നമ്പർ 65 ഹദീത്ത് നമ്പർ 312. സഹീഹ് അൽ ബുഖാരി ബുക്ക് നമ്പർ 65 ഹദീത്ത് നമ്പർ 312. ഈ ഹദീത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇത് തഫ്സീർ ഓഫ് ദ പ്രൊഫറ്റ് എന്ന ബുക്കിൽപ്പെട്ട, അതായത് മുഹമ്മദിൻ്റെ തഫ്സീർ, പ്രവാചകൻ ഈ ആയത്തിന് കൊടുത്ത അർത്ഥം, അതായത് തഫ്സീർ എന്ന് പറഞ്ഞാൽ ഖുർആൻ വ്യാഖ്യാനം. മുഹമ്മദിൻ്റെ തഫ്സീർ ഓഫ് ദ പ്രൊഫറ്റാണ്, നബിയുടെ തഫ്സീറാണ് ഏറ്റവും വലിയ തഫ്സീർ.
ബാക്കിയുള്ള സഹാബാക്കളുടെ തഫ്സീറൊക്കെ 2ാം സ്ഥാനത്ത് വരുള്ളൂ. ഖുറാനെക്കുറിച്ച് മുഹമ്മദ് അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അഭിപ്രായത്തിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. ബാക്കിയുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് ഇമാം നവമി ആയിക്കൊള്ളട്ടെ, അൽ സുയൂത്തി ആയിക്കൊള്ളട്ടെ, ഇബ്നു കതീർ ആയിക്കൊള്ളട്ടെ, അങ്ങനെ ഇമാം റാസി ആയിക്കൊള്ളട്ടെ, ഈ ഏത് ടീമുകളുടെ അഭിപ്രായത്തിനും 2ാം സ്ഥാനമാണ്. മുഹമ്മദിൻ്റെ തഫ്സീറിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. ഇപ്പം മുഹമ്മദ് ഈ ആയ 33 53 നമ്മളിപ്പോൾ വായിച്ച ആയ ഉണ്ടല്ലോ, ഓ ഹു യു ബിലീവ് എൻ്റർ നോട്ട് ദ പ്രോഫറ്റ്സ് ഹൗസ് എക്സെപ്റ്റ് വെൻ ലീവ് ഇസ് ഗിവൻ ടു യു മീൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഹിജാബ് ഇടണം എന്ന് പറഞ്ഞുകൊണ്ട് 33ാമത്തെ സൂറയുടെ 53ാമത്തെ ആയത്ത് നമ്മൾ വായിച്ചല്ലോ. ആ ആയത്തിന് മുഹമ്മദ് കൊടുത്തിട്ടുള്ള വ്യാഖ്യാനമാണ് സഹീഹുൽ ബുഖാരി ബുക്ക് നമ്പർ 65 ഹദീത്ത് നമ്പർ 312. മുസ്ലിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. നരേറ്റഡ് ബൈ ഉമർ നിവേദനമാണ്, സഹീഹായ ഹദീസുമാണ്. ഐ സെഡ്, ഓ അല്ലാഹ്സ് മെസഞ്ചർ. ആര് പറഞ്ഞു? ഉമർ പറഞ്ഞു. ആരോട്? മുഹമ്മദിനോട്. ഉമർ പറഞ്ഞു ഞാൻ പറഞ്ഞു അല്ലാഹ്സ് മെസഞ്ചറിനോട്, അതായത് മുഹമ്മദിനോട് പറഞ്ഞു, ഗുഡ് ആൻഡ് ബാഡ് പേഴ്സൺസ് എൻറ്റർ അപ്പോൺ യു. നിന്റെ വീട്ടിലേക്ക്, നിന്റെ അടുത്തേക്ക് നല്ല വ്യക്തികളും മോശം വ്യക്തികളും വരുന്നുണ്ട്. സോ ഐ സജസ്റ്റ് ദാറ്റ് യു ഓർഡർ ദ മദേഴ്സ് ഓഫ് ദ ബിലീവേഴ്സ് ടു ഒബ്സർവ് വെയിൽസ്. അതുകൊണ്ട് ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നു, നീ ഈ വിശ്വാസികളുടെ മാതാക്കളോട്, അതായത് നിന്റെ ഭാര്യമാരോട് ഹിജാബ് ഇടാൻ നീ കൽപ്പിക്കണമെന്ന് ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നു. ആരാവശ്യപ്പെടുന്നു? ഉമർ ആവശ്യപ്പെടുന്നു. ഉമർ ആവശ്യപ്പെട്ട കാര്യം ആര് മനുഷ്യർക്ക് വേണ്ടി ഇറക്കി? ദെൻ അല്ലാഹ് റിവീൽഡ് ദ വേർഡ്സ് ഓഫ് അൽ ഹിജാബ്. ഓക്കെ, ദർ ഈസ് നോ ക്വസ്റ്റ്യൻ ഓൺ ഇറ്റ്. മുഹമ്മദിന്റെ തഫ്സീറാണ്, സഹീഹായ ഹദീത്താണ്. തഫ്സീർ ഓഫ് ദ പ്രൊഫറ്റ് എന്ന് പറഞ്ഞുകൊണ്ട്, തഫ്സീർ ഓഫ് നബിയുടെ തഫ്സീർ എന്ന് പറഞ്ഞുകൊണ്ട് സഹീഹുൽ ബുഖാരി ഇമാം ബുഖാരി ക്രോഡീകരിച്ച ഹദീത്താണ്. ബുക്ക് നമ്പർ 65 ഹദീത്ത് നമ്പർ 312. ഉമർ മുഹമ്മദിനോട് നിർദ്ദേശിച്ചു, നിന്റെ ഭാര്യമാരോട് നീ കൽപ്പിക്കുക, ഹിജാബ് ധരിക്കണമെന്ന് കൽപ്പിക്കുക എന്ന്, ഹിജാബ് ആചരിക്കണമെന്ന് കൽപ്പിക്കുക എന്ന് ഉമർ മുഹമ്മദിനോട് നിർദ്ദേശിച്ചു. അത് കേട്ടപ്പോൾ തന്നെ അള്ളാഹു ആയത്തിറക്കി. അള്ളാഹ് റിവീൽ ദ വേഴ്സസ് ഓഫ് അൽ ഹിജാബ്. സോ ആരാണ് ഇവിടെ ഹിജാബിന്റെ ആയത്ത് ആദ്യം പറഞ്ഞത്? ഉമർ പറഞ്ഞത് കേട്ടിട്ട് ആയത്ത് മനുഷ്യർക്ക് കൊടുത്ത ആരാ? അള്ളാഹ്. ഇപ്പൊ ഉമറിന്റെ ആരായി? ഉമറിന്റെ പ്രവാചകൻ. അള്ളാഹ് ഇപ്പോ ഉമറിന്റെ പ്രവാചകനായി. അതായത് മുഹമ്മദ് ഇപ്പം ആരായി? ഉമർ എന്ന് പറയുന്ന അള്ളാഹയുടെ പ്രവാചകനായ മുഹമ്മദിന്റെ അള്ളാഹയുടെ പ്രവാചകൻ, അതായത് പ്രവാചകന്റെ പ്രവാചകനായ മുഹമ്മദ്. ഇതാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും, അതായത് ഈ അള്ളാഹ് ഇറക്കിയ ആയത്തെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല ആയത്തും ഈ ഉമറൊക്കെ ഇരുന്ന് തട്ടിക്കൂട്ടിയ ആയത്തുകളാണ്. അത് മുഹമ്മദിനെ പറഞ്ഞ് പേടിപ്പിച്ച് മുഹമ്മദിനെ കൊണ്ട് ഇറക്കിക്കുന്നതാണ്. അതാണ് വാസ്തവം. ഇത് ഞാൻ പറഞ്ഞതല്ല, മുഹമ്മദ് തന്നെ പറഞ്ഞ കാര്യമാണ്. ഇതിനപ്പുറം ഒരു അപ്പീലില്ല. ഇത് സെബാസ്റ്റ്യൻ മുന്നക്കൽ എഴുതി വെച്ചതല്ല, മുഹമ്മദ് പറഞ്ഞ കാര്യമാണ്. മുഹമ്മദ് ഈ ആയത്തിന് കൊടുത്ത വ്യാഖ്യാനമാണ്. ഉമറാണ് മുഹമ്മദിനോട് നിർദ്ദേശിച്ചത് ആയത്തിറക്കാൻ. അപ്പൊ തന്നെ അള്ളാഹു ആയത്തിറക്കി. അപ്പോ ഉമറിന്റെ കൽപ്പന അനുസരിക്കുന്ന അള്ളാഹു എന്ന് പറയുന്ന പ്രവാചകനാണ് മുസ്ലിങ്ങൾക്കുള്ളത് എന്ന് വ്യക്തം. അപ്പൊ മുഹമ്മദ് വെറുമൊരു ഉമറിന്റെ പ്രവാചകനായ അള്ളാഹുവിന്റെ വെറുമൊരു കേവലം പ്രവാചകനാണ് മുഹമ്മദ് എന്ന് വരും. അപ്പോ ഉമർ ഒരു ചക്രവർത്തിയാണെങ്കിൽ അള്ളാഹു വെറും ചക്രവർത്തിയുടെ അണ്ടറിലുള്ള ഒരു ലോക്കൽ രാജാവാണെങ്കിൽ മുഹമ്മദ് ആ രാജാവിൻ്റെ വെറും ഒരു കീഴ്സ്ഥാനിയായ മന്ത്രിയായിട്ട് വരും. അപ്പോൾ നിങ്ങൾ ഇനി അള്ളാഹു അക്ബർ എന്ന് വിളിക്കുന്നതിന് പകരം നമ്മുടെ എം അക്ബറിനെയൊക്കെ അള്ളാഹു എന്ന് വിളിക്കുന്നതിന് പകരം അള്ളാഹു ഉമർ എന്ന് വിളിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. എൻ്റെ പൊന്നു മുസ്ലിങ്ങളെ, സഹോദരങ്ങളെ, നിങ്ങളെയും മുഹമ്മദും മുസ്ലിം പണ്ഡിതന്മാരും കൂടെ പറ്റിക്കുകയാണ്. നിങ്ങൾ ശരിക്കും ശിർക്ക് ചെയ്യിക്കുകയാണ്. ഇവർ പാപം ചെയ്യിക്കുകയാണ്, നിങ്ങളെ തെറ്റ് ചെയ്യിക്കുക. നിങ്ങൾ കിയാമത്ത് നാളിൽ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ നരകത്തീ കിടന്ന് വെന്തുരുക്കാനുള്ള ഗൂഢാലോചനയാണ് മുഹമ്മദും ഈ മുസ്ലിം പണ്ഡിതന്മാരും കൂടെ നിങ്ങളുടെ തലയിലേക്ക് വെക്കുന്നത്. ഉമറിനെ പോലുള്ളവന്മാർ ഇറക്കിയ ആയത്താണ് നിങ്ങൾ വേദവാക്യമെന്ന് പറഞ്ഞുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് സെബാസ്റ്റ്യൻ മുന്നക്കലല്ല, നിങ്ങളുടെ പ്രവാചകനെന്ന് നിങ്ങൾ വിളിക്കുന്ന മുഹമ്മദ് തന്നെയാണ് ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകനെയും മീൻസ് ഉമറിൻ്റെ പ്രവാചകനായ അള്ളാഹുവിനെയൊക്കെ നമ്മൾ പരിചയപ്പെട്ടു. ഇനി ഈ ആയത്തിൻ്റെ വ്യാഖ്യാനം എടുത്താലും നമുക്കിത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
ആസ്ക് ദം ബിഹൈൻഡ് എ സ്ക്രീൻ, അല്ലെങ്കിൽ ഒരു കർട്ടൻ. ഈ ഹിജാബ് എന്ന് വിളിക്കുന്നത് തലയിലിടുന്ന ഒരു കഷ്ണം തുണിയേ അല്ല. ഖുറാനിലും അതിൻ്റെ തഫ്സീറിലും വ്യക്തമാക്കിയിരിക്കുന്നത് പുരുഷനും സ്ത്രീക്കും ഇടയിൽ വെക്കേണ്ട ഒരു കർട്ടൻ, ഒരു മറയെയാണ് ഹിജാബ് എന്നതുകൊണ്ട് ഈ പറയുന്ന ഖുറാനിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇസ്ലാമിക പ്രമാണമായ ഹിജാബ് എന്ന് പറയുന്നത് തലയിലിരുത്തിരി തുണിക്കഷ്ണം ഇടുന്നതിനെയല്ല, പുരുഷനെയും സ്ത്രീയും തമ്മിൽ പരസ്പരം കാണാതെ വണ്ണം വിടുന്ന കർട്ടനെയാണ് ഇവർ ഹിജാബ് എന്ന് ഇസ്ലാമിൽ വ്യക്തമായിട്ട് പറയുന്നത്. ഇത് ഇപ്പം ഞാൻ മുന്നേ എടുത്തത് നിങ്ങളുടെ മുന്നേ വായിച്ച തഫ്സീറുകൾ ജലാലയനാണ്. സൂറ 33-ന്റെ 53-ന്റെ മുഹമ്മദിന്റെ തഫ്സീർ ആദ്യം വായിച്ചു. രണ്ടാമതായിട്ട് ഇമാം അൽ സുയൂത്തിയുടെ തഫ്സീർ ജലാലയനകത്താണ് വെൻ യു ആസ്ക് എനിത്തിങ് ഫ്രം ഹിസ് വുമൺ ഫോക്ക്, ഇൻ അതർ വേർഡ്സ് ദ വൈഫ്സ് ഓഫ് ദ പ്രോഫറ്റ്, ആസ്ക് ദം ഫ്രം ബിഹൈൻഡ് എ സ്ക്രീൻ ഓർ കർട്ടൻ. ഒരു കർട്ടനോ ഒരു മറയുടെയോ അപ്പുറം നിന്നുകൊണ്ട് മാത്രമേ മുഹമ്മദിൻ്റെ ഭാര്യമാരോട് സംസാരിക്കാൻ പാടുള്ളൂ. കാര്യം മുഹമ്മദ് ഈ മറയൊന്നും ഇല്ലാതെ സൈനബയെ കണ്ടതാണ് ഈ സയ്യിദ് ഡിവോഴ്സ് ചെയ്യേണ്ടി വന്നതും മുഹമ്മദ് സൈനബേനെ കെട്ടി വീട്ടിൽ കൊണ്ടുവരേണ്ടി വന്നത്. അപ്പം സയ്യിദിന് സ്വന്തം ഭാര്യയെ അമ്മയെ എന്ന് വിളിക്കേണ്ടി വന്നത് ആ മറ ഇല്ലാഞ്ഞുകൊണ്ടാണ്. അതറിയാവുന്ന മുഹമ്മദിന് നാട്ടുകാരെ പുള്ളിക്കാരൻ കയറി അമ്മയെന്ന് വിളിക്കാതിരിക്കാൻ വേണ്ടിയാണ് മറ ഇടിയിച്ചത് എന്നാണ് കൃത്യമായിട്ട് ഈ സൂറ അഹ്സാബിൽ പറഞ്ഞു വെക്കുന്നത്. ഇതിൻ്റെ തന്നെ ഇമാം അൽ സുയൂത്തിയുടെ തഫ്സീറും മുഹമ്മദിൻ്റെ തഫ്സീറും കണ്ടു. ഇനി തഫ്സീർ ഇബ്നു അബ്ബാസിൻ്റെ എടുത്താലും ഇത് തന്നെ എഴുതിയിരിക്കുന്നത് സ്പീക്ക് വിത്ത് ദം ഫ്രം ബിഹൈൻഡ് എ കർട്ടൻ എന്നാണ് ഹിജാബിന് അവിടെ കൊടുത്തിരിക്കുന്ന അർത്ഥം. ഒരു സ്ത്രീക്കും പുരുഷനും ഇടയിലുള്ള ഒരു കർട്ടൻ, ഒരു വിരിവി, ഒരു മറ എന്നാണ് അർത്ഥം കൊടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് അറബികളെ ഒന്നും പറ്റിയാൽ ഇനി മലയാളിയെ തന്നെ വേണമെങ്കിൽ നമ്മുടെ മലയാളത്തിലുള്ള അമാനി മൗലവിയുടെ തഫ്സീറിനകത്തും എനിക്കും തിരുമേനിക്കുമിടയിൽ മറ ഇട്ടിരിക്കുന്നു എന്ന്, പുരുഷന്മാർക്കിടയിലും മറയിടുന്ന ടീമായിരുന്നു മുഹമ്മദ് എന്നാണ് ഇപ്പോൾ അനസ് ഈ ഇമാം നമ്മുടെ അമാനി മൗലവി പറഞ്ഞു വെക്കുന്നത്. ഞാൻ വായിച്ചു തരാം. അതിൻ്റെ 3843 പേജ്, അമാനി മൗലവിയുടെ തഫ്സീറിൻ്റെ 3843 പേജിൽ, അതായത് ഖുറാൻ 33-ന്റെ 53-ന്റെ തഫ്സീറിൽ എഴുതിയിരിക്കുന്നത് അനസ് പറയുന്നതാണ്, ഞാനും പതിവ് പോലെ ഒന്നിച്ച് പ്രവേശിക്കുവാൻ ഉദ്ദേശിച്ചു, നോക്കുമ്പോൾ എനിക്കും തിരുമേനിക്കുമിടയിൽ മറ ഇടപെട്ടിരുന്നു എന്ന് അനസ് പറയുക. അതായത് അനസ് എല്ലാവരും നാട്ടുകാരൊക്കെ എല്ലാം പിരിഞ്ഞു പോയപ്പോൾ അനസ് നൈസായിട്ട് മുഹമ്മദിൻ്റെ ഒപ്പം വീട്ടിൽ കയറി മുഹമ്മദിൻ്റെ ഭാര്യമാരോട് സൊല്ലാൻ വേണ്ടി ഇങ്ങ് കയറിയപ്പോൾ പണ്ടത്തെ പോലെ കാര്യമൊന്നും നടക്കുന്നില്ല. അനസിനും മുഹമ്മദിനും ഇടയിലൊരു മറ ഇട്ടു. ഇതിൽ ആരാണ് പെണ്ണ് എന്നതിന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ മുസ്ലിങ്ങളാണ്, ഞങ്ങളല്ല. അനസാണോ പെണ്ണ് അതോ മുഹമ്മദ് ആണോ പെണ്ണെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാ. കാര്യം സ്ത്രീക്കും പുരുഷനും ഇടയ്ക്ക് ഇടുന്ന മറ മുഹമ്മദ് അനസിനും മുഹമ്മദിനും ഇടയ്ക്ക് ഇട്ടു എന്ന് ഞാൻ പറഞ്ഞതല്ല, അമാനി മൗലവി എഴുതി വെച്ചിരിക്കുന്നതാണ്. എനിക്കും തിരുമേനിക്കുമിടയിൽ മറ ഇട്ടപ്പെട്ടിരുന്നു. ഈ അവസരത്തിൽ ഈ ഹിജാബിൻ്റെ ആയത്ത് അള്ളാഹു അവതരിപ്പിച്ചു. നബി സേവനം ചെയ്തു കൊടുക്കാൻ വേണ്ടി 10 വയസ്സ് പ്രായത്തിൽ മാതാവ് കൂട്ടിക്കൊണ്ടുവന്ന് തിരുമേനിക്ക് ഏൽപ്പിച്ചു കൊടുത്ത ആളാണ് അനസ്. എന്നിട്ട് പോലും അനസിനും മുഹമ്മദിനും അടക്കം വരെ മുഹമ്മദ് ഹിജാബ് ഇട്ടു എന്ന് ആണ് അമാന മൗലവി പറയുന്നത്. അപ്പോൾ ഒരു വിരിയാണ്, രണ്ട് കൂട്ടരെ കാണാതിരിക്കാൻ വേണ്ടിയുള്ളൊരു വിരിപ്പാണ് ഈ ഹിജാബ് എന്നുള്ള കാര്യം വ്യക്തം. ഇത് തന്നെ ഈ പറയുന്ന എല്ലാ തഫ്സീറുകൾക്കകത്തും കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഫോട്ടോ നമ്മുടെ ഫാത്തിമ തഹ്ലിയ, പഴയ മുസ്ലിം ലീഗിൻ്റെ യൂത്ത് ലീഗിൻ്റെ തീപ്പൊരി നേതാവ്, ഇപ്പോഴും ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ മുസ്ലിം ലീഗിൽ. ഓക്കെ, ഫാത്തിമ തഹ്ലിയ ഘോരം പ്രസംഗിക്കുന്ന ഒരു ഇതാണ് നിങ്ങൾ കാണുന്നത്. ഇതിൽ ഫാത്തിമ തഹ്ലിയ തലയിൽ ഒരു തുണിക്കഷ്ണം ഇട്ടിട്ടുണ്ട്. വേദിയിൽ സ്ത്രീകളെയും പുരുഷന്മാരെയും മറച്ചുകൊണ്ട് ഒരു നീല കളറ് വിരിയും അങ്ങിട്ടിട്ടുണ്ട്. സദസ്സിൽ, വേദിയിലല്ല, സദസ്സിൽ. ഇതിലേതാണ് ഇപ്പം ഇത്രയും നേരം നിങ്ങൾ വായിച്ച ഖുറാനിലെ ഈ ഹിജാബ് ആയത്തും അതിൻ്റെ തഫ്സീറും അതിൻ്റെ ഹദീത്തുകളും മുഹമ്മദിൻ്റെ തഫ്സീറും ഇമാം അൽ സുയൂത്തിയുടെ എല്ലാ തഫ്സീറും നിങ്ങൾ വായിച്ചിട്ട് നിങ്ങൾ പറ, ഇതിലേത് വിരിയെ ഏത് മറയാണ് ഖുറാനിൽ ഹിജാബ് എന്ന് വിളിച്ചിരിക്കുന്നത്? ഈ തഹ്ലിയുടെ തലയിൽ കിടക്കുന്ന ഈ ഒരു തട്ടത്തെയാണോ ഖുറാനിൽ ഹിജാബ് എന്ന് വിളിക്കുന്നത്? അതോ തഹ്ലിയുടെ മുമ്പിലിരിക്കുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയും തമ്മിൽ വേർതിരിച്ചുകൊണ്ട് നീല കളറിലെ ഒരു കർട്ടൻ കെട്ടിയിരിക്കുന്നതിനെയാണോ ഹിജാബ് എന്ന് വിളിക്കുന്നത്? ഖുറാനിൽ ഹിജാബ് എന്ന് വിളിക്കുന്നത് തഹ്ലിയുടെ തലയിലെ തട്ടത്തെ അല്ല വിളിക്കുന്നത്. ഖുറാനിൽ ഹിജാബ് എന്ന് വിളിക്കുന്നത് മുമ്പിൽ ഈ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇടയിലുള്ള മറയെയാണ് ഹിജാബ് എന്ന് വിളിക്കുന്നത് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കും, അപ്പോൾ സ്ത്രീകൾക്ക് പുരുഷന്മാർ സ്ത്രീകളെ കണ്ട് മോഹിക്കാതിരിക്കാൻ വേണ്ടി ചില ഹദീസുകളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, പുരുഷന്മാരുടെ കാമക്കണ്ണുകൾ സ്ത്രീകളിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി
സ്ത്രീകളെ പൊതിഞ്ഞു മൂടുന്നതാണ് ഹിജാബ്. ഇതൊക്കെ ഭയങ്കര തള്ള. ഇവന്മാർ വിചാരിക്കുന്ന എല്ലാവരും ഇവന്മാരെ പോലെയാണെന്നാ, പെണ്ണുങ്ങളെ കണ്ട അപ്പം തന്നെ കാമളകുന്നതെന്നാണ് ഇവരുടെ വിചാരം. ഇനി അങ്ങനെയാണെന്ന് പറഞ്ഞാൽ പോലും അങ്ങനെയല്ല സഹോദര നിങ്ങളുടെ ഖുറാനിലും ഹദീത്തിനകത്തൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ഹിജാബ്. അതായത് പുരുഷന്മാരുടെ കാമക്കണ്ണുകൾ കൊത്തിവലിക്കാതിരിക്കാൻ വേണ്ടി സ്ത്രീകൾ ഹിജാബ് ഇട്ട് നടക്കണം എന്നാണല്ലോ ഇവന്മാർ പറയുന്നത്. നമുക്കൊരു ഹദീത്ത് എടുക്കാം. ജാമിഅ തിർമിദി, ഹസൻ സഹീഹ ഹദീത്താണ്. ജാമിഅ തിർമിദി ബുക്ക് നമ്പർ 43, ഹദീത്ത് നമ്പർ 48. ഓക്കെ, ജാമിഅ തിർമിദി ബുക്ക് നമ്പർ 43, ഹദീത്ത് നമ്പർ 48. നരേറ്റഡ് ബൈ നബാൻ ദ ഫ്രീഡ് സ്ലേവ് ഓഫ് ഉമ്മു സലാമ. ഉമ്മു സലാമയുടെ സ്വതന്ത്രനായ അടിമയായിരുന്ന നബാൻ പറഞ്ഞ ഹദീത്ത്. ഇബ്നു സാഹിബിനോട് പറയുക, ദാറ്റ് ഉമ്മു സലാമ നരേറ്റഡ് ടു ഹിം ദാറ്റ് ഷീ ആൻഡ് മൈമുന വേർ വിത്ത് ദ മെസഞ്ചർ ഓഫ് അള്ളാഹ്. ഷീ സെഡ്, സോ വെൻ വി വേർ വിത്ത് ഹിം. ഉമ്മു സലാമയും മൈമുനയൊക്കെ കൂടെ പറയുകയാണ്, ഞങ്ങൾ മുഹമ്മദിനോടൊപ്പം ഉള്ളപ്പോൾ, കുറേ പേരുണ്ടല്ലോ ഭാര്യമാരായിട്ട്, അതുകൊണ്ടാണ് ഈ പറയുന്നത് ഞങ്ങളെന്ന്, ബഹുവചനമാണ്. ഞങ്ങൾ പ്രവാചകന്റെ കൂടെ ഉള്ളപ്പോൾ ഇബ്നു ഉമ്മു മക്തൂം കെയിം, ഒരു ആള് ഞങ്ങളുടെ വീട്ടിലേക്ക്, പ്രവാചകന്റെ വീട്ടിലേക്ക് വന്നു. അതായത് ഭാര്യമാരായ ഈ മൈമുനയും ഉമ്മു സലാമയൊക്കെ ഉള്ള സമയത്ത് ഇബ്നു മക്തൂം എന്ന് പറയുന്ന ഒരാള് വീട്ടിലേക്ക് വന്നു. ആൻഡ് ഹി എൻറ്റേർഡ് അപ്പോൺ ഹിം, മുഹമ്മദിന്റെ അടുക്കിലേക്ക് വന്നു. ആൻഡ് ദാറ്റ് വാസ് ആഫ്റ്റർ വെയിലിംഗ് ഹാഡ് ബീൻ ഓർഡേർഡ് ഫോർ അസ്. മുഹമ്മദിന്റെ ഭാര്യമാര് ഹിജാബ് ഇടണം എന്ന് ആയത്ത് ഈ ഉമർ ഇറക്കിയതിന് ശേഷം, ഉമർ അലി അള്ളാഹു അല്ല, ഉമർ അള്ളാഹു ഉമർ ഈ ആയത്ത് ഇറക്കിയതിന് ശേഷമാണ് ഈ പറയുന്ന ഇബ്നു ഉമ്മു മക്തൂം മുഹമ്മദിന്റെ അടുക്കലേക്ക് വന്നത്. സോ ദ മെസഞ്ചർ ഓഫ് അള്ളാഹ് സെഡ്, മുഹമ്മദ് ഇപ്രകാരം പറഞ്ഞു, വെയിൽ യുവർസെൽഫ് ഫ്രം ഹിം. അപ്പൊ നമ്മൾ വിചാരിക്കും ഇവൻ കാമക്കണ്ണുകൊണ്ട് ഈ ഭാര്യമാരെ കൊത്തി വലിക്കാതിരിക്കാൻ വേണ്ടി മുഹമ്മദ് എന്ത് പറഞ്ഞു? ഭാര്യമാരോട് പറഞ്ഞു, നിങ്ങൾ ഹിജാബ് ഇടുവിൻ എന്ന് പറഞ്ഞു. അപ്പോ ഈ ഉമ്മു സലാമ പറഞ്ഞു, അല്ലയോ പ്രവാചകരെ, നിങ്ങൾക്ക് വട്ടാണോ എന്നാ ചോദിച്ചേ. അല്ലയോ പ്രവാചകരെ, ഈസ് ഹി നോട്ട് ബ്ലൈൻഡ്? ഈ വന്നിരിക്കുന്ന ഉമ്മു മക്തൂം കണ്ണുപൂട്ടനാണ്, അവന് കണ്ണ് കാണത്തില്ല. പിന്നെ അവന്റെ ഏത് കാമക്കണ്ണാണ് ഞങ്ങളെ കൊത്തി വലിക്കുന്നത് എന്ന് ഈ പറയുന്ന പെണ്ണുമുള്ള ചോദിച്ചു, മുഹമ്മദിന്റെ ഭാര്യ ചോദിച്ചു. അല്ലയോ പ്രവാചകരെ, ഈസ് ഹി നോട്ട് ബ്ലൈൻഡ് സച്ച് ദാറ്റ് ഹി കനോട്ട് സീ us or recognize us? ഞങ്ങളെ കാണുകയോ തിരിച്ചറിയുകയോ ചെയ്യാൻ ഈ വന്നിരിക്കുന്ന ആൾക്ക് പറ്റില്ല. ഹി ഈസ് എ ബ്ലൈൻഡ് മാൻ. അത് മനസ്സിലാക്കാനുള്ള ബോധമൊന്നും ഈ കോയമാർക്കില്ലേ എന്നാണ് മുഹമ്മദിന്റെ ഭാര്യ ചോദിച്ചത്. മനസ്സിലായോ? പുരുഷന്റെ കാമക്കണ്ണുകൾ കൊത്തിവലിക്കാതിരിക്കാൻ വേണ്ടി പെണ്ണുങ്ങളോടും ഇതാടാൻ പറയാനാണെങ്കിൽ അന്ധന്റെ മുന്നിൽ എന്തിനാണ് ഈ പെണ്ണുങ്ങൾ വെയിലിടുന്നത് എന്നാണ് ഈ പറയുന്ന ഹിജാബ് ഇടാൻ പറഞ്ഞ മുഹമ്മദിനോട് മുഹമ്മദിന്റെ ഭാര്യ നേരിട്ട് ചോദിച്ചത്. അപ്പൊ മുഹമ്മദ് പറഞ്ഞ മറുപടി, സോ ദ മെസഞ്ചർ ഓഫ് അല്ലാഹ് സെഡ്, ആർ യു ടു ബ്ലൈൻഡ് സച്ച് ദാറ്റ് യു കനോട്ട് സീ ഹിം? എന്തേ നിങ്ങൾ എന്റെ ഭാര്യമാർ രണ്ടുപേരും അന്ധകളായിരുന്നോ? ഇവനെ നിങ്ങൾക്ക് കാണാമല്ലോ, അതുകൊണ്ട് ഹിജാബ് ഇടണമെന്ന്. മനസ്സിലായോ? തലയിലിടുന്ന ഒരു കഷ്ണം തുണിയല്ല ഹിജാബ്. ഹിജാബ് എന്ന് പറഞ്ഞാലേ സ്ത്രീ പുരുഷനെയും കാണാൻ പാടില്ല, പുരുഷൻ സ്ത്രീയെയും കാണാൻ പാടില്ല. അതുകൊണ്ട് പുരുഷൻ അന്ധനാണെങ്കിൽ പോലും ഹിജാബ് ഇട്ടിട്ടുണ്ടാവണം. അതായത് പെൺകുട്ടികളുടെ കാഴ്ചയെ മറച്ചു കളയുന്ന പ്രാകൃത ക്രൂരതയാണ് ഈ പറയുന്ന ഹിജാബ് എന്ന് പറയുന്നത്. അല്ലാതെ ഹിജാബ് എന്ന് പറയുന്നത് തലയിൽ ഒരു കഷ്ണം തുണിയിടുന്നതല്ല, കന്യാസ്ത്രീമാരിട്ടിരിക്കുന്നതല്ല ഹിജാബ്. ഇസ്ലാമിലെ ഹിജാബ് എന്ന് പറയുന്നത് പെൺകുട്ടികൾ ആൺകുട്ടികളെ കാണാൻ പാടില്ല, ആൺകുട്ടികൾ പെൺകുട്ടികളെയും കാണാൻ പാടില്ല. രണ്ട് ജെൻഡറിനുമിടയിൽ വിരിയുണ്ടായിരിക്കണം. അതായത് ഷംസീർ സ്പീക്കറായിരിക്കുമ്പോൾ നിയമസഭ ഒറ്റ പെണ്ണുങ്ങളുടെ മോന്തായം കാണാൻ പാടില്ല. ഈ വനിതാ MLA ഷംസീറിനെയും കാണാൻ പാടില്ല എന്ന് പറയുന്നതാണ് ഹിജാബ് എന്ന് പറയുന്നത്. അപ്പൊ വന്ന പുരുഷൻ അന്ധനാണെങ്കിൽ പോലും സ്ത്രീകൾ ഹിജാബ് ഇടണം. കാര്യം പുരുഷന്റെ കാമക്കണ്ണുകൾ സ്ത്രീയെ കൊത്തിവലിക്കുക മാത്രമല്ല, സ്ത്രീയുടെ കാമക്കണ്ണുകൾ പുരുഷനെയും കൊത്തിവലിക്കുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കണേ. ഒരു അന്തം വീട്ടിൽ വരുമ്പോഴും ഇങ്ങേർക്ക് സംശയമാ. അപ്പൊ ഇങ്ങേരുടെ കോലം എന്തായിരിക്കുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക. സുന്ദരനായൊരു ഭർത്താവാണെങ്കിൽ കണ്ണുപോലും കാണാത്ത ഒരുത്തം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഭാര്യമാരുടെ കാമക്കണ്ണുകൾ അങ്ങോട്ട് പോകുമെന്ന് ഇങ്ങേര് പേടിച്ചിട്ട് ഇങ്ങേര് വിരിയിട്ടതാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ പുള്ളിയുടെ കോലം എന്തായിരിക്കും? പുള്ളിനെ വിട്ടിട്ടൊരു അന്തന്റെ കൂടെ പോകാൻ സാധ്യതയുണ്ടെന്ന് പുള്ളി വിചാരിക്കുന്നെങ്കിൽ. അപ്പോ ഈ പുരുഷന്മാരുടെ കാമക്കണ്ണുകൾ കൊത്തി വലിക്കാൻ
ഇരിക്കാൻ വേണ്ടിയുള്ളതാണ് ഹിജാബ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ, നിങ്ങളുടെ പ്രവാചകരെ നിങ്ങൾ അന്ധനേക്കാൾ വിരൂപനായ ഭാര്യമാർക്ക് പ്രവാചകനേക്കാൾ നല്ലതാണ് കണ്ട കണ്ണുപൊട്ടന്മാരെന്ന് പറയുന്നതിന് തുല്യമാണത്. അതുകൊണ്ട് അമ്മാതിരെ ചീള് ഡയലോഗൊക്കെ ഇനിയെങ്കിലും എൻ്റെ പൊന്നു മുസ്ലിങ്ങളെ അടിക്കരുത്. കാര്യം ഞങ്ങളാ നിങ്ങളുടെ പ്രവാചകനെ എയറിലാക്കുന്നുണ്ട്, ഇനി നിങ്ങളും കൂടെ എടുത്ത് എന്തിനാണ് പുള്ളിയെ ബഹിരാകാശത്തേക്ക് വിടുന്നത്? അപ്പോൾ നിങ്ങളുടെ പ്രവാചകന് നിങ്ങളെങ്കിലും ഇച്ചിരി വില കൊടുക്കുന്നുണ്ടെങ്കിൽ, ഞങ്ങൾ കൊടുക്കുന്നില്ല, നിങ്ങളെങ്കിലും ഇച്ചിരി അദ്ദേഹത്തിന് വില കൊടുക്കുന്നെങ്കിൽ ഇമാതിരി ഡയലോഗ് അടിക്കരുത്. പുള്ളിയുടെ കുടുംബം കലക്കണ പരിപാടി എൻ്റെ പൊന്നു മുസ്ലിങ്ങളെ ചെയ്യരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുക. അപ്പോൾ ഹിജാബ് എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് വ്യക്തമായിട്ടും സ്ത്രീകളുടെ കാഴ്ച മറക്കുക, പുരുഷൻ്റെയും കാഴ്ച മറക്കുക. രണ്ട് കൂട്ടരെയും നമ്മൾ കാണാൻ പാടില്ല. മുഹമ്മദിന് മാത്രം രണ്ട് കൂട്ടരെയും കാണാം എന്നാണ്. അപ്പോൾ ഇനി നിയമസഭയിൽ കർട്ടനിലായിരിക്കണമെങ്കിൽ സ്പീക്കറായിട്ട് ഇനി മുഹമ്മദിനെ കൊണ്ടുവന്നിരുത്തേണ്ടി വരും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഈ പറയുന്ന കർട്ടൻ നിയമസഭയിലും വരേണ്ടി വരും. സ്പീക്കറുടെ ചേംബറിന് മുമ്പിലൂടെ ഒരു മണ്ടൻ കർട്ടൻ നമുക്കങ്ങ് ഇടാം. എന്നിട്ട് മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ച് ഈ ഗുലാബ് അള്ളാഹു അക്ബർ നമുക്ക് വിളിക്കാം. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഓക്കെ. അപ്പോൾ പുരുഷനെ സ്ത്രീയും കാണാൻ പാടില്ല, സ്ത്രീ പുരുഷനെയും കാണാൻ പാടില്ല. അതാണ് ഹിജാബ്. അത് കാണണമെങ്കിൽ മലപ്പുറത്തെ മുസ്ലിം ലീഗിൻ്റെ ഏതെങ്കിലും സമ്മേളനത്തിലേക്ക് പോയി നോക്കിയാൽ മതി. കാണാൻ നിരത്തി വെച്ചിരിക്കുന്ന ഒരു കർട്ടൻ നിങ്ങൾക്ക് കാണാം. കർട്ടൻ്റെ അപ്പുറത്ത് ആണുങ്ങളും ഇപ്പുറത്തെ പെണ്ണുങ്ങളും. അപ്പോഴാണ് ഇത്രയും കൃത്യമായിട്ട് മുഹമ്മദിൻ്റെ ഹദീത്തുകളും ഖുറാനിലെ ആയത്തുകളും ഉള്ളപ്പോഴാണ് ഹിജാബ് ഈസ് അവർ റൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് പുരുഷന്മാരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് ഇവര് എന്താ പറയുക, പോസ്റ്റർ അടിക്കുന്നത്. എന്തൊരു വെളിവുകേടാന്ന് വിചാരിക്കണേ. അപ്പോൾ ഇവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്? ഇവരെന്ത് ആശയമാണ് മുന്നോട്ട് വെക്കുന്നത്? തലയിലെ ഒരു തുണിയിലൂടെ ഇവർ മുന്നോട്ട് വെക്കുന്ന ആശയം എന്തുകൊണ്ടാണ് ഈ കുട്ടി തലയിൽ തുണിയിടണമെന്ന് പറഞ്ഞത്? ഹിജാബ് ഞങ്ങളുടെ ഖുറാനിൽ പറയുന്നു, അതുകൊണ്ട് ഞങ്ങൾ കിട്ടേ പറ്റൂ എന്നാണ് ഇവർ പറയുന്നത്. ഞങ്ങളുടെ എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആണ് എന്നാണ് ഇവർ പറയുന്നത്. ഇതെങ്ങാനും അനുവദിച്ചു കൊടുത്താൽ ഓക്കെ അത് മുസ്ലിങ്ങളുടെ എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആണ്, അതുകൊണ്ട് ഹിജാബ് ഞങ്ങൾ അനുവദിക്കുന്നു എന്ന് ഒരു ഇപ്പം നമ്മൾ യൂണിഫോം കോഡ് എഴുതുമ്പോൾ മുസ്ലിങ്ങളുടെ എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആയതുകൊണ്ട് സിഖുകാർക്ക് തലയെക്കെട്ടുള്ളതുപോലെ മുസ്ലിം സ്ത്രീകൾക്ക് ഹിജാബ് അനുവദിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു ലെറ്റർ വന്നു കഴിഞ്ഞാൽ നാളെ കോടതി കേസെത്തും. ഖുറാനിലെ ഹിജാബ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കിടയിലെ മറയാണ്, അത് അനുവദിച്ചിട്ടുള്ളതാണ് സ്കൂളിൻ്റെ ബൈലോയിൽ. അതുകൊണ്ട് നാളെ മുതൽ ക്ലാസ് റൂമിൻ്റെ നടുക്ക് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇടയിൽ എന്തിടണം? ഹിജാബ് ഇടണം. 9 വയസ്സ് കഴിഞ്ഞാൽ ഹിജാബ് ഇടണം. കാര്യം എന്താ? 9 വയസ്സാണ് ഇസ്ലാമിലെ വിവാഹപ്രായം. മുഹമ്മദിന്റെ ചര്യ, മുഹമ്മദ് കാണിച്ച മാതൃക അതാണ്. ആയിഷക്ക് 9 വയസ്സുള്ളപ്പോൾ 53 വയസ്സുകാരനായ മുഹമ്മദ് വിവാഹം കഴിച്ചല്ലോ കേട്ടോ, ലൈംഗിക ബന്ധം പുലർത്തി. വിവാഹം കഴിച്ചത് 5 വയസ്സും 8 മാസം ഉള്ളപ്പോഴാണ്. ലൈംഗിക ബന്ധം സ്റ്റാർട്ട് ചെയ്തത്, ദാമ്പത്യം സ്റ്റാർട്ട് ചെയ്തത് 9 വയസ്സുള്ളപ്പോഴാണ്. അതപ്പം സ്ത്രീധനം കൊടുക്കാൻ, സതക്ക കൊടുക്കാൻ താമസിച്ചുകൊണ്ട് കേട്ടോ, അല്ലെങ്കിൽ പണി പുള്ളി നേരത്തെ കഴിച്ചേനെ. ഓക്കെ. അപ്പോൾ ഇതാണ് അവരുടെ ലക്ഷ്യം. അല്ലാതെ തലയിൽ ഒരിത്തിരി തുണി ഇടണോണ്ട് ഇവിടെ ആർക്കും ഒരു പ്രശ്നം ഉണ്ടായിട്ടല്ല. ഇവിടുത്തെ പ്രശ്നം ഇസ്ലാം എന്ന് പറയുന്നത് സൂചിക്കുഴയിലൂടെ അവന്മാർ സൂചി കേട്ടത് പോലെ കാണിക്കും, പക്ഷേ കയറ്റിക്കൊണ്ട് തള്ളിത്തരുന്നത് ഒട്ടകമായിരിക്കും. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഇസ്ലാമിക രാഷ്ട്രത്തിൽ കയറി നോക്കിയാൽ മതി. നിങ്ങൾ ലെബനൻ എടുത്തു നോക്കിക്കോ, ക്രിസ്ത്യൻ രാഷ്ട്രമായിരുന്ന ലെബനൻ. ബെയ്റൂട്ട് എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റിലെ പാരീസ് എന്നറിയപ്പെടുന്ന നഗരമായിരുന്നു. ഈ പറയുന്ന UAE നിന്നും മറ്റ് ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നെല്ലാം വിദേശത്ത് പോയി പഠിക്കുന്നത് പോലെ ഹൈ ക്ലാസ് എഡ്യൂക്കേഷന് വേണ്ടി ആളുകൾ പോയിരുന്ന സ്ഥലമായിരുന്നു ലെബനന്റെ തലസ്ഥാനമായിരുന്ന ബെയ്റൂട്ട് എന്ന് പറയുന്നത്, നമ്മുടെ നസറള്ള തട്ടിപ്പോയ സ്ഥലം. ഇവന്മാര് ഒന്ന് സൂചി കൊടുത്ത് അഭയാർത്ഥിയായിട്ട് ഇത്തിരി പാലസ്തീനികളൊന്ന് കയറ്റിയതാ. എന്തുപറ്റി? ലെബനൻകാർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഇവന്മാർ കാരണം. ഇതാണ് ഇവരുടെ അവസ്ഥ. അല്ലാതെ ഇവർ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ തലയിലൊരു തുണിയിടാൻ വേണ്ടിയല്ലേ സമരം നടത്തുന്നത്. അവർ ഹിജാബിന് വേണ്ടിയാണ് സമരം നടത്തുന്നത്. ദേ ആർ സെയിങ് ഹിജാബ് ഈസ് അവർ റൈറ്റ്. അല്ല, തലയിലെ സ്കാർഫ് ഈസ് അവർ റൈറ്റ് എന്നല്ല അവർ പറയുന്നത്. ഹിജാബ് ഈസ് അവർ റൈറ്റ്. ഹിജാബ് എന്ന് പറയുന്നത് സ്ത്രീക്കും പുരുഷനും അടക്കമുള്ള മറയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ. ഇതിനകത്ത് ഏറ്റവും വലിയ കോമഡി എന്താണെന്നറിയോ? ഈ ഹിജാബ് ഈസ് അവർ റൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവളുമാരെ സമരം നടത്തുമ്പോൾ ഈ പറയുന്ന മറയില്ലാതെ ഒത്തിരി പുരുഷന്മാരുടെ ഇടയിൽ നിന്നാണ് സമരം നടത്തുന്നതാണ്. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കോമഡി. അതായത് മുഹമ്മദിന് വെറും വേങ്ങനാക്കുകയാണ്. മുഹമ്മദ് എന്താ പറഞ്ഞത്? പുരുഷൻ അന്ധനാണെങ്കിൽ പോലും അവന്റെ മുന്നിൽ വരുന്നതിന് നിങ്ങൾ മറയിട്ടിരിക്കണം, കാര്യം നിങ്ങൾ അവന്മാരെയും കാണാൻ പാടില്ല. അപ്പോ ആ പാട്ടിലാണ് ഹിജാബ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് പുരുഷന്മാരുടെ നടുക്ക് നിന്നുകൊണ്ട് സിന്താബ് വിളിക്കുന്ന ഈ പെണ്ണുങ്ങള് ശരിക്കും എന്താ ചെയ്യുന്നത്?
നിങ്ങളുടെ പ്രവാചകന് നിങ്ങൾ ശരിക്കും ബഹിരാകാശത്തേക്ക് സ്പേസ് എക്സ് റോക്കറ്റ് കയറ്റി വിടുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. അതാണ് നിങ്ങൾ ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. അതായത് അന്ധനായ പുരുഷന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ പോലും മറയുടെ മുമ്പിൽ നിൽക്കണം. കാരണം നിങ്ങൾ ആ അന്ധനെ പോലും കാണാൻ പാടില്ലെന്ന് പറഞ്ഞ, ആ ഹിജാബ് ഇടണമെന്ന് പറഞ്ഞ പ്രവാചകന്റെ ഇതിന് ഹിജാബ് ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞുകൊണ്ട് പുരുഷന്മാരുടെ നടുവിൽ നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്ന ഈ മണ്ടി പെണ്ണുങ്ങളെ എന്താ ചെയ്യണ്ടേ? ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ആദ്യം ഇസ്ലാം എന്താണെന്ന് പഠിച്ചിട്ട്, ഹിജാബ് എന്താണെന്ന് പഠിച്ചിട്ട് ഹിജാബിന് വേണ്ടി സമരം ചെയ്യുക. ഈ കർത്താവ് യേശുക്രിസ്തു കുരിശിൽ കിടന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണേ. അത് തന്നെയാണ് എനിക്ക് ഉമാരോട് പറയാനുള്ളത്. വെളിവെന്ന് പറഞ്ഞ സാധനം ഇവരുടെ അടുത്തുകൂടെ പോയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇനി ഇത്രയും നേരം പറഞ്ഞത് ഖുർആനിലെ ഹിജാബ്, അതായത് അന്ധന്റെ മുന്നിൽ പോലും പെണ്ണുങ്ങൾ വിരിയിട്ടേ നിൽക്കാൻ, മറയിട്ടേ നിൽക്കാൻ പാടുള്ളൂ അവര്. കാരണം ഇതുകൊണ്ടാണ് ഈ യഥാർത്ഥ ഇസ്ലാമിക ഭരണമുള്ള സ്ഥലങ്ങളിൽ ഈ സ്ത്രീകളിൽ ഒരു കറുത്ത സാധനം അങ്ങിട്ടിട്ട് കണ്ണിൻ്റെ അവിടെ പോലും നെറ്റിടുന്നത്. ഒരു പുരുഷനെ കാണാൻ പാടില്ല. ഇനി കണ്ടാലും എന്താ പറയുക, കണ്ടിട്ടില്ലേ കർട്ടൻ, നമ്മുടെ ബ്ലൈൻഡിങ് കർട്ടൻ്റെ അകത്ത് ഇവിടെയൊക്കെ കൈയിട്ട് ഭക്ഷണം കഴിക്കണമൊക്കെ കണ്ടിട്ടില്ലേ, ബിരിയാണി കഴിക്കുന്നത്. അതാണ് യഥാർത്ഥത്തിൽ മുഹമ്മദ് പഠിപ്പിച്ച ഹിജാബ്. ഇനി രണ്ടാമതൊരു ഹിജാബ് ഉണ്ട് കേട്ടോ, ഖുർആൻ രണ്ടുണ്ട്. ഇതിൽ ഏതാണ് യഥാർത്ഥ ഹിജാബ് എന്ന് ചോദിച്ചാൽ അങ്ങേർക്ക് പോലും അറിയില്ല. ഈ രണ്ടാമത്തെ ഹിജാബും ആയത്തിറക്കിയത് നമ്മുടെ അള്ളാഹു ഉമറാണ്. അല്ല, അള്ളാഹു അക്ബർ അല്ല, അള്ളാഹു ഉമറാണ് ആ ആയത്ത് ഇറക്കിയത്. അതായത് ഇവരുടെ ആയത്തിറക്കുന്ന പ്രധാന അള്ളാഹു ഉമറാണ്. ഈ മുഹമ്മദിന്റെ അള്ളാഹു ഉമറിന്റെ പ്രവാചകനാണ് എന്നുള്ളതിന്റെ രണ്ടാമത്തെ തെളിവും കൂടെ തരാം. സഹീഹുൽ ബുഖാരി ബുക്ക് നമ്പർ 4 ഹദീത്ത് നമ്പർ 12, നരേറ്റഡ് ബൈ ആയിഷ. ഈ ഹദീത്തിൻ്റെ അഭിപ്രായത്തിലാട്ടോ, നിങ്ങൾക്ക് എല്ലാവർക്കും മെജോറിറ്റി ആൾക്ക് ഇപ്പം അറിയാം. ഞാനുണ്ട് ഇതിപ്പോൾ ശരിക്കും ആവർത്തന വിരസതയായി കാണും. ഈ അപ്പിക്കുപ്പായം എന്ന് ഹിജാബിനെ വിളിക്കാനുള്ള, പർദ്ദയും ഹിജാബിനെയൊക്കെ അപ്പിക്കുപ്പായം എന്ന് വിളിക്കുന്നതിന് കാരണക്കാരനായ ഹദീത്താണിത്. ഇത് വായിച്ചോളൂ. നരേറ്റഡ് ബൈ ആയിഷ നിവേദനം, സഹീഹുൽ ബുഖാരിയാണ്, ബുക്ക് നമ്പർ 4 ഹദീത്ത് നമ്പർ 12. സഹീഹായ ഹദീസ്, അപ്പുറത്ത് ചോദ്യമൊന്നുമില്ല. ദ വൈഫ് ഓഫ് ദ പ്രോഫറ്റ് യൂസ് ടു ഗോ ടു അൽമനാസി എന്ന് പറയുന്ന ഒരു വെളിമ്പറമ്പിലേക്ക് മുഹമ്മദിന്റെ ഭാര്യമാര് പോകുമായിരുന്നു. എ വാസ്റ്റ് ഓപ്പൺ പ്ലേസ്, ഒരു വെളിമ്പറമ്പ്. ടു ആൻസർ ദ കോൾ ഓഫ് ദ നേച്ചർ അറ്റ് നൈറ്റ്, രാത്രിയിൽ അപ്പിയിടാനും മൂത്രമൊഴിക്കാനും ഒക്കെ അൽമനാസി എന്ന് പറയുന്ന വെളിമ്പറമ്പിലേക്കാണ് ഇവർ പോയിക്കൊണ്ടിരുന്നത്. നമ്മുടെ കുമ്പളങ്ങി നൈറ്റ്സിലൊക്കെ പറയില്ലേ ഡാഷ് പറമ്പെന്ന്, ആ പറമ്പിലേക്കാണ് ഇവർ പരസ്യമായിട്ട് അപ്പിയിടാനും മൂത്രമൊഴിക്കാനൊക്കെ മുഹമ്മദിന്റെ ഭാര്യമാർ പോയിക്കൊണ്ടിരുന്നത്. ആ കാലമാണ് കേട്ടോ. നമ്മൾ ഈ കാലത്തിൽ അറ്റാച്ച്ഡ് ബാത്റൂമിന്റെ കോൺസെപ്റ്റ് വെച്ചൊന്നും കാണരുത്. പണ്ടൊക്കെ ആളുകൾ വെളിമ്പറമ്പിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഓക്കെ, ആ കാലമാണെന്നുള്ള കോൺസെപ്റ്റ് കാണുക, അല്ലാതെ അതൊന്നും നാണക്കേടാണെന്നൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല. അന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ പറ്റുള്ളായിരിക്കാം. ഓക്കെ. To call the call of nature at night. Umar used to say to the prophet, ഉമർ മുഹമ്മദിനോട് ആദ്യം, അള്ളാഹു ഉമർ ആയത്ത് കൊടുത്തു മുഹമ്മദിന്, ലെറ്റ് യുവർ വൈഫ്സ് ബി വെയിൽഡ്, നിന്റെ ഭാര്യമാർക്ക് ഹിജാബ് ഇടിയിക്കുക. പോകുമ്പോഴും ഈ മറ വീട്ടിലിട്ടിട്ട് പോരാ, കക്കൂസി പോകുമ്പോൾ പുറത്തും ഒരു മറ വേണം. പുള്ളി കക്കൂസ് ഉണ്ടാക്കാനാണ് പറഞ്ഞത്. ഓക്കെ, ഒരു മറ വേണം. യു ഹാവ് ടു വെയിൽ യുവർ വൈഫ്സ്. എപ്പോൾ അവർ അപ്പിയിടാൻ പോകുമ്പോൾ, അല്ല മൂത്രമൊഴിക്കാൻ പോകുമ്പോൾ പരസ്യമായിട്ടിരുന്ന് ഏതൊരു മറ ഇട്ട് കൊടുക്കുന്നതിൻ്റെ ഭാര്യമാർക്ക് നിനക്ക് നാണോ മാനോ ഇല്ലേ എന്ന് അള്ളാഹു ഉമർ അവിടെ ആയത്തിറക്കി മുഹമ്മദിന്. ബട്ട് അള്ളാഹ് അപ്പോസ്റ്റൽ ഡിഡ്ന്റ് ഡു സോ. പ്രവാചകൻ അനുസരണ കാണിച്ചില്ല. അള്ളാഹു ഉമർ ആയത്ത് കൊടുത്തിട്ടും പ്രവാചകൻ ആയത്തനുസരിച്ചില്ല. കഷ്ടം കേട്ടോ, അള്ളാഹുവിനെ അനുസരിക്കാത്ത ഉമർ, അള്ളാഹുവിനെ അനുസരിക്കാത്ത പ്രവാചകൻ, കഷ്ടം. വൺ നൈറ്റ് സൗദ ബിൻ സമ. പക്ഷെ അള്ളാഹുവിന് നാണമില്ല എന്ന് പണ്ട് ഈ സൂറത്ത് അഹ്സാബിൽ പറഞ്ഞില്ലേ, നിനക്കത് പറയാൻ നാണമുണ്ട് പക്ഷേ അള്ളാഹുവിന് നാണമില്ല എന്ന് അള്ളാഹു ആയത്തിറക്കിയായിരുന്നല്ലോ. ഇങ്ങനെ നാണമില്ലാത്ത ഉമർ അള്ളാഹു എന്ത് ചെയ്തു, ഒരു പണി ചെയ്തു. വൺ നൈറ്റ് സൗദ ബിൻ സമ, ദ വൈഫ് ഓഫ് ദ പ്രൊഫറ്റ്, മുഹമ്മദിന്റെ ഭാര്യയായ സൗദ, അത്യാവശ്യം പ്രായമുള്ള സ്ത്രീയാണ്, മുഹമ്മദിനേക്കാൾ ഒത്തിരി പ്രായമുള്ള സ്ത്രീ. അങ്ങനെ അത്യാവശ്യം അമ്മാമ്മയായ നമ്മുടെ സൗദ ബീവി വെന്റ് ഔട്ട് അറ്റ് ഇഷ ടൈം, സന്ധ്യാസമയത്ത് മുഹമ്മദിന്റെ ഭാര്യ സൗദ വെളിക്കിരിക്കാൻ വേണ്ടി പോയി. ആൻഡ് ഷി വാസ് എ ടോൾ ലേഡി, നല്ല പൊക്കമുള്ള ലേഡി ആയിരുന്നു. ഈ ഉമർ അള്ളാഹു നാണമില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതുകൊണ്ട് പുള്ളി എന്ത് ചെയ്ത്, അള്ളാഹുവിന് നാണമില്ലാത്തതുകൊണ്ട്, ഉമർ അള്ളാഹുവിന് നാണമില്ലാത്തത് കൊണ്ട് ഹി സെഡ്, ഐ ഹാവ് റെക്കഗ്നൈസ്ഡ് യു ഓ സൗദ. ഓ സൗദേ, പുള്ളിക്കാരെ അവിടെ മൂത്രമൊഴിക്കുക അപ്പീടി എന്തോ ചെയ്തുകൊണ്ടിരിക്കുക. ഓ സൗദേ, ഞാൻ നിന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന് ഉമർ അള്ളാഹു നാണമില്ലാത്തതുകൊണ്ട് വിളിച്ചു പറഞ്ഞു. He said so as he desired eagerly that the verses of al-hijab may be revealed. ഉമർ അള്ളാഹു ആയത്ത് കൊടുത്തിട്ട് മുഹമ്മദ് ആയത്ത് ഖുറാനായിട്ട് പറയുന്നില്ല നാട്ടുകാരുടെ ഇടയ്ക്ക്. അനുസരണയില്ലാത്ത പ്രവാചകൻ.
അപ്പോൾ നാണമില്ലാത്ത അള്ളാഹു ഒരു തന്ത്രമിറക്കി, തന്ത്രം പ്രയോഗിക്കുന്നതിൽ അള്ളാഹു ആണല്ലോ മുമ്പൻ. അതുകൊണ്ട് നാണമില്ലാത്ത അള്ളാഹു ഒരു മുന്തിയ തന്ത്രം അങ്ങ് പ്രയോഗിച്ചു. മുഹമ്മദിന്റെ ഭാര്യ സൗദ വിളിക്കിരിക്കാൻ പോയപ്പോൾ പുള്ളി ഒളിഞ്ഞു നോക്കിയിട്ട് നാണമില്ലാത്തതുകൊണ്ട് വിളിച്ചു പറഞ്ഞു, അല്ലയോ സൗദേ, ഞാൻ നിന്നെ കണ്ടിരിക്കുന്നു. അപ്പം തന്നെ അള്ളാഹു റിവീൽ ദ വേഴ്സസ്. ഉമർ അള്ളാഹുവിൻ്റെ അസിസ്റ്റന്റ് പ്രവാചകൻ അള്ളാഹു മുഹമ്മദിന് ആയത്തിറക്കി കൊടുത്തു. അങ്ങനെ അവരിട്ടു. അപ്പോൾ അപ്പിയിടാൻ വേണ്ടി പണ്ട് ഈ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്നും ഇല്ലാഞ്ഞ കാലത്ത്, അറ്റാച്ച്ഡ് പോയിട്ട് പുറത്തു പോലും ബാത്റൂം ഇല്ലായിരുന്ന കാലത്ത്, ഒരു മറപ്പുര പോലും ഇല്ലായിരുന്ന കാലത്ത് സ്ത്രീകൾക്ക് കക്കൂസിൽ വെളിക്കിരിക്കുന്നതിന് വേണ്ടി പുരുഷന്മാർ ഉമർ അള്ളാഹുവിനെ പോലെ നാണമില്ലാത്ത അള്ളാഹുമാരൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കണമുണ്ട്. അവരിൽ നിന്ന് മറഞ്ഞിരുന്ന് വെളിക്കിരിക്കുന്നതിന് വേണ്ടി ഒരു സഞ്ചരിക്കുന്ന കക്കൂസ്. ഈ ബീച്ചിലൊക്കെ പോയാൽ നമുക്ക് കാണാൻ പറ്റും. ബീച്ചിൽ, യൂറോപ്യൻ ബീച്ചിലൊക്കെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഈ സ്ത്രീകൾ ടോയ്ലറ്റിൽ പോയി അവർ മാറത്തുന്നില്ല. അവർ ഒരു വലിയ റോബ് അങ്ങിടും, അതിനകത്ത് നിന്ന് തന്നെ അവർ ഡ്രസ്സ് മാറും. അതുപോലെ ഒരു മറപ്പുര, സഞ്ചരിക്കുന്ന കക്കൂസ് അല്ലെങ്കിൽ സഞ്ചരിക്കുന്ന ഒരു മറപ്പുര, അതാണ് ഉദ്ദേശിച്ചത്. ഇനി ആ മറയല്ല ഈ ഹിജാബാണ് ഉദ്ദേശിച്ചെങ്കിൽ എൻ്റെ പൊന്നു സാറേ, നിങ്ങൾ ഈ പെൺകുട്ടികളെ വീട്ടിലിരുത്തി ഈ ടോയ്ലറ്റിലൊക്കെ പോയിട്ട് സ്കൂളിൽ വിട്ടാൽ പോരെ? അല്ലാതെ ക്ലാസ് റൂമിൽ ഇത് അപ്പിടാൻ വരുമല്ലോ ക്ലാസ് റൂമിൽ. ഇനി മൂത്രം ഒഴിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ടോയ്ലറ്റ് സ്കൂളിലുണ്ട്. അല്ലെ നിങ്ങൾ സമരം ചെയ്തു, ഞങ്ങൾ ഓടെ വയ്ക്കാം. പെൺകുട്ടികൾക്ക് ടോയ്ലറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ ഹിജാബ് ഇട്ട് കാര്യം സാധിച്ചു, ഒരു കുഴപ്പമില്ല. സ്കൂളിൽ ടോയ്ലറ്റ് ഇല്ല, പെൺകുട്ടികൾക്ക് സ്കൂളിൽ പ്രൈവസിയോടുകൂടെ അപ്പിയിടാനും മൂത്രമൊഴിക്കാനും അവസരം ഈ സെൻറ്റ് റീത്താസ് ഒരുക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഹിജാബ് ഇട്ട് പോയി കാര്യം സാധിച്ചോളൂ. ഈ പറയുന്ന ഞങ്ങളും സമ്മതിക്കാം, ഹിജാബ് അനുവദിക്കണമെന്ന് പറഞ്ഞ് ഞാൻ മുമ്പിൽ സമരത്തിന് നിൽക്കാം. കാര്യം അതൊരു സഞ്ചരിക്കുന്ന കക്കൂസ്, നല്ല പ്രൈവസി കൊടുക്കും. ഈ ഉമർ അള്ളാഹുവിനെ പോലെ തന്ത്രം പ്രയോഗിക്കുന്നതിന് മുമ്പനായ ഈ ടീമുകളൊക്കെ ഒളിഞ്ഞു പോകുമ്പോൾ പെൺകുട്ടികൾക്ക് ഏത് നടു റോഡിലും NH-47 വരെ, ഇപ്പം NH-46 വരെ നിന്നുകൊണ്ട്, എന്തിന് നമ്മുടെ പാർലമെന്റ് മന്ദിരത്തിന് മുന്നിലോ താജ്മഹലിന്റെ മുമ്പിൽ വരെ നിന്നുകൊണ്ട് ധൈര്യമായിട്ട് കാര്യം സാധിക്കാൻ പറ്റുന്ന ഒരു സ്ത്രീ സ്വാതന്ത്ര്യം പുലർത്തുന്ന ഒരു സഞ്ചരിക്കുന്ന കക്കൂസാണ് ഈ പറയുന്ന രണ്ടാമത്തെ ഹിജാബ്. ഇനി ഈ ഹിജാബ് വേണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അതിന് ഏറ്റവും എളുപ്പ വഴി സ്കൂളിൽ കക്കൂസ് ഉണ്ടാക്കുക, വീട്ടിലും കക്കൂസ് ഉണ്ടാക്കുക. വീട്ടിൽ തോന്നിയാൽ വീട്ടിൽ കാര്യം സാധിച്ചിട്ട് ഇങ്ങോട്ട് പോരുക, അല്ലെങ്കിൽ ഇവിടുത്തെ കക്കൂസിൽ പോയി കാര്യം സാധിക്കുക, അല്ലെങ്കിൽ ക്ലാസ് റൂമിൽ ഹിജാബ് ഇട്ടിരുന്ന് കാര്യം സാധിക്കണമെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നു മക്കളെ, ഇത് സെൻറ്റ് റീത്താസ് സ്കൂളും പള്ളൂരുത്തിയുമാണ്, അല്ലാതെ അൽമനാസിയോ സൗദി അറേബ്യയിലെ മദീനയോ അല്ല ഹിജാബ് ഇട്ടിരുന്ന് കാര്യം സാധിക്കാൻ. അപ്പോൾ ഈ രണ്ടാമത്തെ ഹിജാബും നിങ്ങളുടെ അല്ല എന്നുള്ളതാണ് വാസ്തവം. ഈ പറയുന്നത് ഞാൻ ഒരു ഹദീസ് എടുത്ത് വളച്ചൊടിച്ച് പറയുകയില്ല. ദേ ഇനിയും എടുത്ത ബുക്ക് നമ്പർ 44 സഹീഹുൽ ബുഖാരി ബുക്ക് നമ്പർ 44 ഹദീസ് നമ്പർ 12 ഇതേ കാര്യം തന്നെ പറയുന്നുണ്ട്. ഇനി വേറൊരു ഭീകര സാധനം കൂടെ ഉണ്ട്, ജിൽബാബ്. ഖുർആനിലെ സൂറത്ത് അൽ അസാബില് 59 ആയത്തൊരു ജിൽബാബിനെ കുറിച്ച് പറയുന്നുണ്ട്. ജിൽബാബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാക്കാമാരെന്ന് നമ്മൾ പറയത്തില്ലേ, അത് ശരിക്കും പുരുഷന്മാരെയാണ് പറയുന്നത്. പക്ഷേ സ്ത്രീകളെയാണ് ശരിക്കും ജിൽബാബിട്ട സ്ത്രീകൾ വെച്ചാൽ കാക്കയെ പോലെ ഇരിക്കുമെന്നാണ്. ഞാൻ കളിയാക്കി പറഞ്ഞു എന്നല്ലോ, ഇനി മുസ്ലിം സ്ത്രീകളെ കാക്കയെന്ന് സെബാസ്റ്റ്യൻ മുന്നോക്കൾ വിളിച്ചു എന്ന് പറഞ്ഞ് പറയരുത്. ഞാനല്ല പറഞ്ഞ പ്രതിയെ ഞാൻ കയ്യോടെ പൊക്കിയെടുത്തുകൊണ്ട് വരാം. ഞാനല്ല അത് പറഞ്ഞേക്കുന്നത്, എനിക്കങ്ങനെ പറയാനും താല്പര്യമില്ല. നിങ്ങൾ കാക്കയെ ഓക്കിനെ എങ്ങനെ പോലെ ഇരുന്നാലും ഐ ഡോണ്ട് കെയർ. കാക്കയെ അപമാനിക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഞാനങ്ങനെ വിളിക്കില്ല. പക്ഷേ ഒട്ടും മൃഗസ്നേഹിയല്ലാത്ത നിങ്ങളുടെ ഒരു ടീമാണ് ഈ ജിൽബാബിനെ കാക്ക എന്ന് പറഞ്ഞുകൊണ്ട് വന്നത്. ജിൽബാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സാധനമാണെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അതിൻ്റെ തഫ്സീർ എടുത്ത് നോക്കിയാൽ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഇബ്നു അബ്ബാസിൻ്റെ തഫ്സീറിൽ പറയുന്നത് ടു കവർ ദെയർ നെക്ക് ആൻഡ് ബോസംസ്, അതായത് അവരെ മൊത്തത്തിൽ അങ്ങ് മൂടുക, അതാണ് ജിൽബാബ് എന്ന് പറയുന്നത്. ഏത് തഫ്സീർ അൽ ജലാനി എടുത്തു കഴിഞ്ഞാൽ ജിൽബാബ് വിച്ച് ഇസ് എ റാബ് ദാറ്റ് കവേഴ്സ് എ വുമൺ ടോട്ടലി, ഒരു സ്ത്രീയെ ചുറ്റി വലിഞ്ഞപ്പെടുത്താൻ ഈ ഗൾഫുകാരൊക്കെ പെട്ടി പൊതിയാൻ വേണ്ടി റാപ്പ് ചെയ്യില്ലേ, അതുപോലെ കെട്ടി വലിഞ്ഞ് റാപ്പ് ചെയ്തങ്ങ് നടത്തണം. ഇതെന്തിനാ എണ്ണ നമുക്ക് പൊരിക്കാൻ കൊണ്ടുപോകണവന്മാർ? അതാണ് ജിൽബാബ് എന്ന് പറയുന്നത്. അതാണ് മൂന്നാമത്തെ ടൈപ്പ് ഒരു ഹിജാബ്. ഇതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഈ ജിൽബാബ് എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങളെ കാണിക്കാം. ഈ കാക്കവസ്ത്രം കണ്ടില്ലേ, ഇതാണ് ഇവർ ജിൽബാബ്. ഇത് കാക്കവസ്ത്രം ഒന്നും ഞാൻ വിളിച്ചല്ല കേട്ടോ, ഞാൻ ഒന്നുകൂടെ പറയുന്നത് ഞാൻ വിളിച്ചൊന്നുമല്ല കേട്ടോ. ഈ കാക്കവസ്ത്രം എന്ന് ഇതിനെ വിളിച്ചത് നമ്മുടെ സിംസാർ അൽ ഹുക്ക് ആണ്. ഈ കാക്കവസ്ത്രം എന്ന് ഇതിനെ വിളിച്ചത് ഞാനല്ല. ഞാൻ ആ വീഡിയോ നിങ്ങളൊന്ന് കേൾപ്പിക്കാം, ഒരു സെക്കൻഡ്.
ഇത് നമ്മുടെ എന്താ പറയുക, ശരിക്കും രാത്രിയൊക്കെ എങ്ങാനും ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പേടിക്കും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ രാത്രിയൊന്നും ഈ വസ്ത്രം ഇട്ടുകൊണ്ട് ദേവി എൻ്റെ പൊന്നു മുസ്ലിം സുഹൃത്തുക്കളെ രാത്രിയൊന്നും ഇറങ്ങി നടക്കരുത്. പ്രത്യേകിച്ച് ഈ ഇളം ചന്ദ്രനൊക്കെ നിലാവുള്ള സമയത്തൊക്കെ ഇതൊക്കെ ഇട്ട് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ പൊന്നു മക്കളെ നിങ്ങൾ ജിഹാദൊന്നും ചെയ്യേണ്ടി വരില്ല. കാണുന്നവരൊക്കെ അതേപടി കാലവരിക്ക് അങ്ങ് പോവും. അതുകൊണ്ട് ഇമാതിരി സാധനങ്ങളൊന്നും ദയവ് ചെയ്ത് ഏൽപ്പിക്കരുത്. പ്രഗൽഭനായ മഹാനായ അഹ്മദ് ഇബ്നു അലി റാസി റളിയല്ലാഹു അൻഹു ഹനഫി മദ്ഹബുകാരനാണ്. 370 ഹിജ്റ 370 വഫാത്തായ പണ്ഡിതൻ. മഹാനവറുകൾ ഈ ഹദീസിനെ, ഈ ആയത്തിനെ വ്യാഖ്യാനിക്കുന്നു. സൂറത്തുൽ അഹ്സാബിലെ 59ാമത്തെ ആയത്താണ് നമ്മൾ ചർച്ചക്കെടുക്കുന്നത്. മഹാനായ ഇമാം അബൂബക്കർ അഹ്മദ് ഇബ്നു അലി റാസി അൽ ജസ്വാസുൽ ഹനഫി റഹ്മത്തുള്ളാഹി അലൈഹി عن سلمة رضي الله عنها لما نزلت هذه الآية. ഈ ആയത്തിറങ്ങിയപ്പോ യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന എന്ന ആയത്തിറങ്ങിയപ്പോ ഖറജ നിസാഉം മിനൽ അൻസാർ, അൻസാരി പെണ്ണുങ്ങൾ പുറത്തിറങ്ങി വന്നു. കഅന്ന അലാ റൂസിഹിന്നൽ ഗിർബാൻ, അവരുടെ തലയിൽ കാക്കകൾ ഇരിക്കുന്ന പോലെ തോന്നി. മിൻ അക്സിയത്തിൻ സൂദിൻ യൽബസ്നഹ, അവർ ധരിച്ച കറുത്ത വസ്ത്രമായതിന്റെ പേരിൽ കാക്കകളാണോ എന്ന് തോന്നിപ്പോയി അവരുടെ തലകളിൽ. അങ്ങനെ തലയിൽ നിന്ന് കറുത്ത വസ്ത്രം കൊണ്ട് അവർ ശരീരം മറച്ചുകൊണ്ടാണ് ഈ ആയത്തിറങ്ങിയതിന് ശേഷം അൻസ്വാരി പെണ്ണുങ്ങൾ ഇറങ്ങി വന്നത് എന്ന് മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ. അതുകൊണ്ട് ഇനി കേസ് വല്ലതും കൊടുക്കാൻ താല്പര്യമുള്ളവർ പുതിയ വേദ പുന്നക്കൻ്റെ പേര് കൊടുക്കരുത്. സിംസാറുൽ ഹുഖ് അങ്ങനെ പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞതല്ല. ഓക്കെ, അതുകൊണ്ട് ധൈര്യമായിട്ട് 2-3 കേസ് കൊടുത്തോ. സ്ത്രീ പക്ഷേ ഇമാതിരി സാധനങ്ങളാണ് ഇസ്ലാമിൻ്റെ പോക്കറ്റിൽ കിടക്കുന്നത്. അപ്പോൾ ഇസ്ലാം മത നിയമങ്ങളൊക്കെ അനുസരിക്കണമെന്ന് പറഞ്ഞാൽ അത് ഒരു സാമാന്യ ബോധമുള്ള സെക്യുലറിസം പഠിപ്പിക്കുന്ന, മതനിരപേക്ഷത പഠിപ്പിക്കുന്ന ഒരു സമൂഹത്തിന് സാധിക്കില്ല. ഇനി പോട്ടെ, മതനിരപേക്ഷത പഠിപ്പിക്കുന്ന സ്ഥാപനത്തിന് സാധിക്കില്ലെന്നല്ല. നമ്മുടെ അസ്ത്രം ഗഫൂറില്ലേ, അങ്ങേരുടെ സ്ഥാപനത്തിൽ പോലും ഇത് കയറ്റത്തില്ല. ഈ ഖുറാനിൽ പറയുന്ന ഹിജാബിന് മുസ്ലിങ്ങളുടെ എഡ്യൂക്കേഷണൽ സ്ഥാപനമായ MES, ഈ ഫസൽ ഗഫൂറിന്റെ സ്ഥാപനത്തിൽ പോലും ഖുറാനിൽ പറയുന്ന ഹിജാബോ ജിൽബാബോ അനുവദിക്കില്ല. ഖുറാനിലെ ഹിജാബ് എന്താ? സ്ത്രീകളെയും പുരുഷന്മാരും തമ്മിൽ പരസ്പരം കാണാൻ പാടില്ല. അല്ലെങ്കിൽ ഖുറാനിലെ ജിൽബാബ് എന്താ? സ്ത്രീകൾ കറുത്ത വസ്ത്രം കൊണ്ട് തല മുതൽ പാദം വരെ മൂടിയിരിക്കണം, കണ്ണ് പോലും പുറത്ത് കാണാൻ പാടില്ല. വല്ലതും തിന്നണമെങ്കിൽ എൻ്റെ പൊന്നു കർത്താവേ അതുങ്ങളുടെ കട്ടപ്പാട് കണ്ടു കഴിഞ്ഞാൽ സ്വർഗം നേരിട്ട് കൊടുത്തു പോകും ആരാണെങ്കിലും. ഓക്കെ, അതാണ് അവസ്ഥ. ഈ സാധനം മുസ്ലിങ്ങൾ പോലും സമ്മതിക്കാത്ത സാധനം. ഇതാണ് സെൻട്രൽ ഇത്താ സ്കൂളിൽ വേണമെന്ന് ഇവർ പറയുന്നത്. ഇത് നമ്മുടെ ഫസൽ ഗഫൂർ പണ്ട് ഇറക്കിയ സർക്കുലറാ, ദ മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി കാലിക്കറ്റ് സർക്കുലർ. ഞാൻ വായിക്കാമേ. എല്ലാ MES കോളേജുകളുടെ സെക്രട്ടറിമാർക്കും പ്രിൻസിപ്പൽമാർക്കും വിഷയം MES കോളേജുകളിലെ വിദ്യാർത്ഥിനികളുടെ ഡ്രസ് കോഡ് സംബന്ധിച്ച സൂചന. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ കേസിലെ 4/12/2018 വിധി, അതായത് ഞാൻ ആദ്യം എടുത്ത ഇതിൻ്റെ തുടക്കത്തിലെടുത്ത ഹൈക്കോടതി വേർഡിക്റ്റ് ഉണ്ടല്ലോ, എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഈ പറയുന്ന യൂണിഫോം നിർബന്ധമാക്കാൻ, അവരുടെ ഇഷ്ടത്തിലുള്ള യൂണിഫോം നിർബന്ധമാക്കാൻ അവകാശമുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ MESൻ്റെ സ്കൂളിൽ, മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്കൂളിൽ ജിൽബാബൊക്കെ കൊണ്ട് നിർബന്ധമാക്കാൻ പോവുകയാണെന്ന്. കണ്ടോ? വിദ്യാഭ്യാസത്തിലൂടെ മുസ്ലിം സാമൂഹിക സാംസ്കാരിക മുന്നേറ്റം ലക്ഷ്യമാക്കുന്ന MESന് എൻ്റെ പൊന്നു മക്കളെ, വിദ്യാഭ്യാസത്തിലൂടെ മുസ്ലിങ്ങൾ മുസ്ലിം ആക്കാമെന്നല്ലാതെ ഇതൊന്നും നടക്കില്ല കേട്ടോ. അതിന് കീഴിൽ പ്രവർത്തിക്കുന്ന കോളേജുകളിലെ പഠിതാക്കൾ പാഠ്യേതര മികവിനോടൊപ്പം തന്നെ വേഷവിധാനങ്ങളും തികഞ്ഞ ഔചിത്യം പുലർത്തണമെന്ന് നിഷ്കർഷയുണ്ട്. അപ്പോൾ ഔചിത്യം പുലർത്തണമെങ്കിൽ എന്ത് വേഷം ധരിക്കണം? താഴേക്ക് വായിക്കാം. ക്യാമ്പസുകളിലെ ആശാസ്യമല്ലാത്ത എല്ലാ പ്രവണതകളെയും നമ്മൾ നിരുത്സാഹപ്പെടുത്തേണ്ടതുണ്ട്. അതായത് ക്യാമ്പസിൽ ആശാസ്യമല്ലാത്ത ഒരു കാര്യവും ഒരു ഡ്രസ്സും നമ്മൾ സമ്മതിക്കില്ല. മേൽ പശ്ചാത്തലത്തിൽ പൊതുസമൂഹത്തിന് സ്വീകാര്യമല്ലാത്ത വേഷവിധാനങ്ങൾ അത് ആധുനികതയുടെ പേരിലായാലും മതാചാരങ്ങളുടെ പേരിലാണെങ്കിലും അംഗീകരിക്കുക വയ്യ. ഇക്കാര്യത്തിൽ സ്ഥാപന മേധാവികളും ലോക്കൽ മാനേജ്മെന്റ് ഭാരവാഹികളും ജാഗ്രത പുലർത്തണമെന്ന് നിർദ്ദേശിക്കുന്നു. മേൽ സൂചന വിധിയുടെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥിനികൾ മുഖം മറച്ചുകൊണ്ടുള്ള യാതൊരു തരത്തിലുള്ള വസ്ത്രധാരണങ്ങളും ക്ലാസ്സുകളിൽ വരുന്നില്ലെന്ന് വിവാദത്തിനിടം കൊടുക്കാതെ 2019-20 അധ്യയന വർഷം മുതൽ പ്രാവർത്തികമാക്കേണ്ടതാണ്. ഇക്കാര്യം കോളേജ് നിയമം ഉൾപ്പെടുത്തി പുതിയ അധ്യയന വർഷത്തെ കോളേജ് കലണ്ടർ തയ്യാറാക്കണമെന്ന് കൂടി നിർദ്ദേശിക്കുന്നു. അതായത്
ഈ മുഹമ്മദ് ഖുറാനകത്ത് പറഞ്ഞ ഈ തല മുഴൽ കാലുവരെ മൂടുന്ന ജിൽബാബും സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ മറയായിട്ട് ഹിജാബ് ഇട്ട് നടക്കണമെന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ ഔചിത്യമല്ലാത്തതും, എന്താ പറഞ്ഞ അവരുടെ വാക്കെന്താ, ആശാസ്യമല്ലാത്തതും ഔചിത്യമില്ലാത്തതുമായ മതാചാരങ്ങളാണ്. എൻ്റെ പൊന്നസ്ത്രം ഗഫൂറെ, ഇക്കാര്യത്തിൽ താങ്കളോട് ഞങ്ങൾക്ക് ബഹുമാനമുണ്ട് കേട്ടോ. ഈ ഖുറാനിൽ സ്ത്രീകൾക്ക് കൊടുത്തിട്ടുള്ള ഡ്രസ് കോഡ് ഔചിത്യമില്ലാത്തതും ആശാസ്യമല്ലാത്തതും, അതായത് അനാശാസ്യമാണ് എന്ന് പറഞ്ഞ നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ സഖാവേ. കാര്യം ഒരു ക്രിസ്തീയ പുരോഹിതൻ പോലും ഇന്ന് വരെ ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ഈ ഹിജാബും ഈ പർദ്ദയും ഒക്കെ ഔചിത്യമില്ലാത്തതും ആശാസ്യമല്ലാത്തതുമായ അനാശാസ്യപരമായ വസ്ത്രധാരണമാണെന്ന് ഈ പറയുന്ന ഒരു ബിഷപ്പുമാരും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. അത് പറയാൻ ചങ്കൂറ്റം കാണിച്ചത് ഫസൽ ഗഫൂർ. ഈ ഒരു കാര്യത്തിൽ എനിക്ക് മുസ്ലിം സമൂഹത്തോട് ശരിക്കും പറഞ്ഞ ബഹുമാനമുണ്ട്. ഫോർ എക്സാമ്പിൾ, ഹൈക്കോടതി വിധി പുറപ്പെടുവിച്ചത്, ഞാൻ ജസ്റ്റിസുമാരുടെ മതം തിരയുമല്ലോ കേട്ടോ, എന്നാലും ഹൈക്കോടതി വിധി പുറപ്പെടുവിച്ചത് ഒരു മുസ്ലിം വ്യക്തിയാണ്. അദ്ദേഹം കാണിച്ച അന്തസ്സിനെ നമ്മൾ ബഹുമാനിക്കണം. ഇപ്പൊ അസ്ത്രം ഗഫൂർ എത്ര അസ്ത്രം എടുത്ത് പോക്കറ്റിൽ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും പരസ്യമായിട്ട് പുള്ളി സൈൻ ചെയ്ത് കൊടുത്ത സർക്കുലറിൽ പുള്ളി പറയുകയാണ്, ഖുറാനിൽ സ്ത്രീകൾക്ക് പറഞ്ഞിട്ടുള്ള വേഷവിധാനം ഹിജാബും ജിൽബാബും എല്ലാം അനാശാസ്യകരമായ വസ്ത്രമാണ്, ഔചിത്യമില്ലാത്ത വസ്ത്രമാണെന്ന് പരസ്യമായിട്ട് 2018 അദ്ദേഹം എഴുത്തി സമ്മതിച്ച പ്രസ്താവന ഒപ്പിട്ടിരിക്കുന്നു. സിനിമ ഹറാമാണെന്ന് പഠിപ്പിക്കുന്ന മുസ്ലിങ്ങളുടെ ഇടയിൽ നിന്ന് സംസ്ഥാന അവാർഡുകൾ, എൻ്റെ പൊന്നു കർത്താവെ, അങ്ങേര് ആ വീട്ടിൽ എങ്ങനെയാണോ കൊണ്ടുവെക്കണമെന്ന് എനിക്കറിയില്ല. നമ്മുടെ മമ്മൂട്ടി സാറിനെ കുറിച്ചാണ് പറയുന്നത്. അതിൻ്റെ പുറകെ സംസ്ഥാന അവാർഡ് മമ്മൂട്ടി കൊണ്ടുപോയെങ്കിൽ പ്രത്യേക പരാമർശം ആസിഫ് അലി, നല്ല ഒന്നാം തരം നടനം, അപ്രീഷിയേറ്റ് ചെയ്യും, ആസിഫ് അലിയും കൊണ്ടുപോയി. അപ്പോൾ ഇതൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് ഈ മ്യൂസിക്കും സിനിമയൊക്കെ ഹറാമാന്ന് പറഞ്ഞ പ്രവാചകരൊക്കെ ആരായി? സോമനായി. ഓക്കെ, അതുമാണ് എനിക്ക് മുസ്ലിം സമൂഹത്തോടുള്ള ഇതുവരെ ഉള്ളതിലുള്ള ഏറ്റവും വലിയ ഒരു സന്തോഷം എന്ന് പറയുന്നത്. എന്താ പറയുക, മുഹമ്മദിനെ ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ ബഹിരാകാശത്ത് വിടുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ ബഹിരാകാശത്ത് വിട്ടിട്ടുള്ളത് ഈ ഫസൽ ഗഫൂറിനെ പോലുള്ള മുസ്ലിം സഹോദരങ്ങളാണ്. അവരോട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ നന്ദിയുണ്ട്, കടപ്പാടുണ്ട്, സ്നേഹമുണ്ട്. അപ്പോൾ ഇതേപോലൊരു പ്രസ്താവന ഈ ഫസൽ ഗഫൂർ എന്നുള്ള പേര് മാറ്റിയിട്ട് നമ്മുടെ സെൻറ് റീത്ത സ്കൂളിലെ പ്രിൻസിപ്പളിന്റെ പേര് ടൊപ്പിടിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അങ്ങനെ ചെയ്താൽ ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കുന്നതായിരിക്കുമെന്ന് ഫസൽ ഗഫൂറിന്റെ പ്രസ്താവനയിലൂടെ നമുക്ക് അവസാനിപ്പിക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ 1-2 ചെറിയ കാര്യങ്ങളിലൂടെ പറഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഈ നമ്മുടെ ശിവൻകുട്ടി സാറ് നിയമസഭയിൽ ഇസ്ലാം മതാചരണം ഹിജാബ് നടപ്പാക്കണം എന്ന് പറഞ്ഞില്ലെങ്കിലും സ്കൂളുകളിൽ നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടല്ലോ. അതിൻ്റെ റീസൺ എന്താ? അൻ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ്. ഒരു മതത്തിൽ സിഖുകാരുടെ തലപ്പാവ് പോലെ ഒരു എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ്. സിഖുകാർ തലപ്പാവ് വെച്ചുകൊണ്ട് നടന്നാൽ അവരുടെ തലയിൽ ചൂടടിക്കുമെന്നല്ലാതെ ബാക്കി നാട്ടുകാർക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല. നോർത്ത് ഇന്ത്യയിലെ പെണ്ണുങ്ങളെ തലയിൽ സാരി ചുറ്റുമെന്ന് പറഞ്ഞാൽ അവരുടെ തലയിൽ ചൂടടിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് ഇച്ചിരി സൺഷെയ്ഡ് കിട്ടുകയോ എന്താണെങ്കിലും ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും ജസ്റ്റ് അഫക്ട്സ് ദം, ഡസൻറ്റ് അഫക്റ്റ് എനിവൺ. പക്ഷേ ഇസ്ലാമിക മതാചാരങ്ങൾ, ഇസ്ലാമിൻ്റെ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ഒരു ഇന്ത്യ മഹാരാജ്യത്തിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ഭരണഘടന അനുസരിച്ച് അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്നതാണോ? പറ്റുന്നതാണെങ്കിൽ നട്ടലുണ്ടെങ്കിൽ ശിവൻകുട്ടി ഒന്ന് അനുവദിച്ചു കൊടുക്കുക, എനിക്കൊന്ന് കാണണം. അതിനുവേണ്ടി ആദ്യം ശിവൻകുട്ടി ചെയ്യേണ്ടത് ആ MLA സ്ഥാനവും മന്ത്രിസ്ഥാനവും രാജിവെച്ച് അല്ല കാശിക്കൽ മക്കൾക്കും പോവുകയാണ് ആദ്യം ചെയ്യേണ്ടത്. കാരണം ഞാൻ പറഞ്ഞുതരാം. ഇതവിടെ ഫിഖ് സുന്ന എന്ന് പറയുന്ന കേരളത്തിലെ സുന്നികളുടെ ഒരു വെബ്സൈറ്റാണ്. അതിനകത്ത് അവർ ജനാധിപത്യത്തെ അങ്ങ് ഉയർത്തിക്കൊണ്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. ചോദ്യം ഇതാണ്: ഞങ്ങളുടെ രാജ്യം അള്ളാഹുവിൻ്റെ ഹുക്മ കൊണ്ടല്ലാതെ ഭരിക്കുന്ന രാഷ്ട്രമാണ്. ഞങ്ങൾക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും വോട്ട് ചെയ്യാനും പാടുണ്ടോ? നമ്മുടെ രാജ്യത്ത് ജനങ്ങളുടെ ഹുക്മ കൊണ്ട് ഭരിക്കുന്ന രാഷ്ട്രമാണ് നമ്മുടെ രാജ്യം. ഇത് അള്ളാഹുവിൻ്റെ ഹുക്കുമും ഉമർ അള്ളാഹുവിൻ്റെ ഹുക്കുമും കൊണ്ട് ഭരിക്കുന്ന രാഷ്ട്രമല്ല ഇന്ത്യ. അപ്പോൾ വോട്ട് ചെയ്യാൻ പാടുണ്ടോ എന്നാണ് നമ്മുടെ മുസ്ലിം സഹോദരൻ ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫിഖ് സുന്നയിലെ പണ്ഡിത ശിരോമണികൾ കൊടുത്ത മറുപടി: ഉത്തരം: അള്ളാഹുവിൻ്റെ ഹുക്കുമ കൊണ്ടല്ലാതെ ഭരിക്കുകയും അള്ളാഹുവിൻ്റെ ശരീഅത്ത് കൊണ്ടല്ലാതെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന, അതായത് ഇന്ത്യൻ ഭരണഘടന ഉമാർക്ക് പറ്റിയല്ല, അള്ളാഹുവിൻ്റെ ശരീഅത്ത് വേണം ഇവിടെ നടപ്പാക്കാൻ. ഓക്കെ.
ഒരു രാജ്യത്തിന്റെ നയങ്ങളിൽ അതേപടി അനുസരിച്ച് പ്രവർത്തിക്കണമെന്ന ഉദ്ദേശത്തോട്, അതായത് ഭരണഘടനയോട് പൂർണ്ണമായി കൂറു പുലർത്തണമെന്ന ഉദ്ദേശത്തോടു കൂടെ ഒരു മുസ്ലിമിനെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടില്ല. അത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആണെങ്കിലും ശരി, എം.എൻ. ഷംസീർ ആണെങ്കിലും ശരി, റിയാസ് മോനാണെങ്കിലും ശരി, ഒരു മുസ്ലിമിന് അള്ളാഹുവിന്റെ ശരീഅത്ത് കൊണ്ടല്ലാതെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യത്തിന്റെ നയങ്ങളിൽ അത് അതേപടി അനുസരിച്ചുകൊണ്ട്, അതായത് ഈ ഭരണഘടനയോട് 100% കൂറു പുലർത്തിക്കൊള്ളാമെന്ന് ഞാൻ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശിവൻകുട്ടി പറയുന്ന പ്രതിജ്ഞ, ഖുർആൻ അള്ളാഹുവിനെ ചൊല്ലി പ്രതിജ്ഞ ചെയ്യുന്നു എന്ന് പറയുന്നത്, അതല്ലേ ഏറ്റവും വലിയ രസം. അതാ നമ്മുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് നിയമസഭ പ്രതിജ്ഞ കൊല്ലണം എങ്ങനെ, ഇന്ത്യൻ ഭരണഘടനയോട് ഞാൻ 100% കൂറു പുലർത്തിക്കൊള്ളാമെന്ന് അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഈ അള്ളാഹു പറയുക എന്തേ, ഒരു അള്ളാഹുവിന്റെ ശരീഅത്ത് കൊണ്ടല്ലാതെ പ്രവർത്തിക്കുന്ന രാജ്യത്തിന്റെ നയങ്ങളിൽ അത് അതേപടി അനുസരിച്ച് ഭരണഘടനയോട് 100% കൂറു പുലർത്തിക്കൊണ്ട് എന്ന ഉദ്ദേശത്തോട് മുസ്ലിമിനെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടില്ല. അപ്പോഴാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പോയി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഈ പറയുന്ന ശരീഅത്തല്ല, ഞാൻ ഭരണഘടന അനുസരിച്ച് ജീവിച്ചോളാം എന്ന് പറഞ്ഞ് പ്രതിജ്ഞ ചെയ്യുന്നത്. അപ്പോൾ ഫസൽ ഗഫൂർ മാത്രമല്ല അള്ളാഹുവിനെ അസ്ത്രം പോലെ ചെയ്യുന്നത്, കുഞ്ഞാലിക്കുട്ടി സാഹിബും നല്ല അസ്ത്രം പോലെയാണ് ചെയ്യുന്നത്. എല്ലാ മുസ്ലിം MLA-മാരും നല്ല അസ്ത്രം പോലെയാണ് അള്ളാഹുവിനെ ചെയ്ത്. ശരിക്കും പറഞ്ഞാൽ ഇവന്മാരുടെ ഈ അസ്ത്രമെല്ലാം കൂട്ടിയെടുത്ത് ഞാൻ സ്പേസ് എക്സും മുടക്കി നമ്മുടെ മസ്ക് വീട്ടിൽ പോകേണ്ടി വരും. കാര്യം അതിനേക്കാൾ വേഗത്തിലാണ് ഇവന്മാരുടെ അസ്ത്രം അള്ളാഹുവിനെ കൊണ്ട് ബഹിരാജ് എത്തിക്കുന്നത്. ഓക്കെ, എന്നാൽ അവൻ സ്വയം മത്സരിക്കാനോ മറ്റൊരാളെ തിരഞ്ഞെടുക്കുന്നോ ആ വ്യവസ്ഥയിൽ കയറിയ ശേഷം ശരീഅത്തനുസരിച്ച് നിയമങ്ങൾ നടപ്പാക്കുന്ന രൂപത്തിൽ മാറ്റങ്ങൾ വരുത്തുവാനോ ഭരണ സംവിധാനത്തിന്റെ പ്രവർത്തന രീതിയെ മാറ്റിമറിക്കാനുള്ള വസീലായോ ആണെങ്കിൽ അത് അനുവദനീയമാണ്. അതായത് ഭരണഘടനയെ അട്ടിമറിച്ച്, ജനാധിപത്യത്തെ അട്ടിമറിച്ച് ഈ ഇസ്ലാമിക മതരാഷ്ട്രത്തെ കൊണ്ടുവരാനുള്ള ഗൂഢോദ്ദേശത്തോടുകൂടിയാണെങ്കിൽ അത് ഓക്കെയാണ്. ഇവന്മാരൊക്കെ പ്രതിജ്ഞയാണ്. അതിന്റെ അവസ്ഥ മനസ്സിലായില്ലേ? ഈ മുസ്ലിം ലീഗ് എന്നുള്ള രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിട്ട്, ജമാഅത്തെ ഇസ്ലാമി എന്നുള്ള രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിട്ട്, SDP എന്നുള്ള രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിട്ട് ഈ മുസ്ലിങ്ങളെല്ലാം കൂടെ ഇലക്ഷന് നിൽക്കുന്നതിന്റെ ഉദ്ദേശം മനസ്സിലായോ? ഭരണഘടനയെ അട്ടിമറിച്ച് ശരീഅത്ത് ഭരണം കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇവനൊക്കെ ഇലക്ഷൻ നിൽക്കുന്നത്. മനസ്സിലായോ? ഇത് ഞാൻ പറഞ്ഞല്ല കേട്ടോ, ഇവന്മാരുടെ തന്നെ ഇതിനകത്ത് പറയുന്നത്. ഈ പറഞ്ഞ മാമനെയൊക്കെ റെഫറൻസ് ചെയ്ത് കാണിച്ചു തരാം, പേടിക്കേണ്ട, താഴേക്ക് വായിക്കാം. എങ്കിൽ അത് അനുവദനീയമാണ്. അത്തരം സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്നയാൾ അതിൽ പ്രവേശിച്ച ശേഷം ശരിയായ നിഷിദ്ധമല്ലാത്ത മേഖലയിലല്ലാതെ പ്രവർത്തിക്കരുത്. അതായത് അത്തരം സ്ഥാപനങ്ങളിൽ ഈ MLA MP ഒക്കെ ആയിക്കഴിഞ്ഞാൽ ശരീഅത്തനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാൻ, അല്ലാതെ ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കാൻ പാടില്ല. ഓക്കെ, ഈ ഫത്വയിൽ ഒപ്പുവെച്ചവർ ഷൈഖ് അബ്ദുൽ അസീസ് ഇബ്നു ബാസ്. അല്ലാതെ ഇത് കേരളത്തിലെ മുസ്ലിങ്ങളിലെ ഏതോ ചോട്ടാ ശിങ്കിടി മൊയ്ലിയാർ ഇറക്കിയതല്ല കേട്ടോ. അതിന് ട്രാൻസ്ലേഷൻ മാത്രമേ ഇറക്കിയിട്ടുള്ളൂ. ഈ ഒറിജിനൽ ഫത്വ ഇറക്കിയ ആരാന്നറിയാവോ? ഈ ടീമുകളെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ ബാസ് റഹീമുല്ല, അബ്ദുൾ റസാഖ് അഫീഫി ഫിഹിദുല്ല, അബ്ദുല്ല ബിൻ ഗുദയാൻ. ഈ ഗുദയാനും ടീമുകളൊക്കെ ആരാന്നറിയാവോ? ഈ അബ്ദുള്ള അൽ ഗുദയാൻ എന്ന് പറയുന്നത് മെമ്പർ ഓഫ് കൗൺസിൽ ഓഫ് സീനിയർ സ്കോളേഴ്സ് ഓഫ് സൗദി അറേബ്യയാണ്. സൗദി അറേബ്യയിലെ ഫത്വ ഇറക്കാനുള്ള പെർമനൻറ്റ് കമ്മിറ്റിയുടെ മെയിൻ ടീമാണ് ഈ ഗുദയാൻ. ഈ അബ്ദുൽ അസീസ് എന്ന് പറഞ്ഞ ടീമില്ലേ, അത് സൗദി അറേബ്യയുടെ ഗ്രാൻഡ് മുഫ്തി ആയിരുന്നു. ഇതിൻ്റെ കമ്മിറ്റിയുടെ ചെയർമാനാണ് സൗദി അറേബ്യയുടെ ഗ്രാൻഡ്, നമ്മുടെ മാർപ്പാപ്പയ്ക്ക് എന്നൊക്കെ പറയുന്ന പോലെ സൗദി അറേബ്യയുടെ ഗ്രാൻഡ് മുഫ്തി ആയിരുന്നു ഈ പറയുന്ന ഇബ്നു ബാസൊക്കെ. അത്രയും വലിയ ടീമുകൾ ഇറക്കിയ ഫത്വയാണ്. ആ ഫത്വയുടെ ഒറിജിനൽ കോപ്പിയും ഞാനിവിടെ കാണിക്കാം. ആ ഫത്വയുടെ ഒറിജിനൽ കോപ്പി ഞാൻ എടുത്തുകൊണ്ട് വന്നായിരുന്നു. എവിടെ ആയിരുന്നാവോ? എൻ്റെ ലിരിപ്പുണ്ട്. ഞാൻ പണ്ട് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതുകൊണ്ട് അതിൻ്റെ ഇവന്മാരിൽ എടുത്ത് പറയുന്ന കാര്യം മാത്രമേ ഗുണമെന്നുള്ളൂ. എൻ്റെ ഉണ്ട്, സാധനമുണ്ട്, അതിൻ്റെ ഒറിജിനൽ കോപ്പി എൻ്റെ ലിരിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഫത്വയിൽ പറയുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ ഈ ഡെമോക്രസി എന്ന് പറയുന്നത് ഇറ്റ്സ് എ മോഡേൺ ഫോം ഓഫ് ഷിർക്ക്. അത് ചെയ്യാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഇസ്ലാമിൻ്റെ എസെൻഷ്യൽ പ്രാക്ടീസ് ആയിട്ട് അവർക്ക് ജീവിക്കാൻ അനുവദിക്കണം, അവരെ ഹിജാബ് ഇടാൻ അനുവദിക്കണമെന്ന് ശിവൻകുട്ടി പറയുമ്പോൾ ഇസ്ലാമിൻ്റെ മറ്റൊരു എസെൻഷ്യൽ പ്രാക്ടീസാണ് ഡെമോക്രസി പാടില്ല, ഡെമോക്രസി പാപമാണ്. അതുകൊണ്ട് ഈ കേരളത്തിലെ മുസ്ലിങ്ങൾക്കെല്ലാം ജനാധിപത്യമല്ലാതെ അവർക്കൊരു ശരീഅത്ത് ഭരണം, ഒരു ഖലീഫയുടെ നേതൃത്വത്തിലുള്ള ഭരണം ഏർപ്പെടുത്തി കൊടുക്കണമെന്നല്ലേ ശിവൻകുട്ടി പറയുന്നത്? അതോ ക്രിസ്ത്യൻ സ്കൂളുകളിൽ മാത്രം ഈ പരിപാടി ഇസ്ലാമിക എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് മതി, മറ്റ് സ്ഥാപനങ്ങളിൽ മറ്റ് അരീനകളിൽ ഒന്നും എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് വേണ്ട എന്നാണോ? അപ്പോൾ ഇസ്ലാമിക നിയമപ്രകാരം ജീവിക്കണമെന്ന് മുസ്ലിങ്ങളുടെ ആവശ്യം അംഗീകരിച്ചു കൊടുത്താൽ ജനാധിപത്യ ഭരണ സംവിധാനം പിരിച്ചുവിട്ടിട്ടേ നിങ്ങൾ വല്ല മക്കൾക്കും പോയിട്ട് ഇവിടെ ഖലീഫത്തം ഉണ്ടാക്കേണ്ടി വരും. മനസ്സിലായോ? ഇവിടെ വാരിയംകുന്നൻ ഖിലാഫത്ത് പ്രസ്ഥാനം നടത്തിയില്ലേ, ആ പരിപാടി കൊണ്ടുവരേണ്ടി വരുമെന്നു. തുവ്യൂർ കിണറൊക്കെ വീണ്ടും കുത്തേണ്ടി വരും. പറ്റുമോ ശിവൻകുട്ടി സാറിന്? പറ്റില്ലെങ്കിലേ ഈ അറിയാത്ത വിഷയത്തിൽ വാചകം അടിക്കാൻ നിൽക്കരുത്. മിനിമം ആ റിയാസിനോട് പോയി ചോദിച്ചാൽ അങ്ങേര് പറഞ്ഞു തരും. അങ്ങനെ അത്യാവശ്യം ഇസ്ലാമിൻ്റെ എല്ലാ വകതിരിവും അറിയാവുന്ന ഒരു വ്യക്തിയാണെന്നാണ് എനിക്കും മനസ്സിലായിട്ടുള്ളത്. ഇത് കേട്ട് നോക്കിയുള്ളൂ. നമ്മുടെ
പറയുന്ന ആരാണെന്ന് ശ്രദ്ധിച്ച് കേട്ട് നോക്കിക്കോളൂ. അഥവാ നിയമനിർമ്മാണത്തിന്റെ ഹാക്കിമിയത്ത്, സുപ്രീം സോവറിറ്റി, പരമാധിപത്യം ജനങ്ങൾക്കാണെന്ന് പറയുന്നത് ശിർക്കാണ്, പാർലമെന്റ് ആണെന്ന് പറയുന്നത് ശിർക്കാണ്, അസംബ്ലിക്കാണെന്ന് പറയുന്നത് ശിർക്കാണ്, മന്ത്രിസഭക്കാണെന്ന് പറയുന്നത് ശിർക്കാണ്, 51% പറയുന്നത് ശിർക്കാണ്. മനസ്സിലായോ? അതായത് ജനങ്ങൾക്കാണ് അധികാരം എന്ന് പറയുന്നത് ജനാധിപത്യം ശിർക്കാണ്. ശിർക്ക് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലെ ഏറ്റവും വലിയ പാപമാണ്. അപ്പോൾ അവരെ പാപം ചെയ്യിക്കുന്ന ജനാധിപത്യം മാറ്റിയിട്ട് മുസ്ലിങ്ങൾക്ക് അവർക്ക് ഇസ്ലാമായി ജീവിക്കാൻ വേണ്ടി ഒരു ഖിലാഫത്ത്, ഒരു കുഞ്ഞു ഖിലാഫത്തല്ലേ ഞാൻ ചോദിച്ചുള്ളൂ, തലയിലിടുന്ന ഒരു ചെറിയ തുണിയല്ലേ ചോദിച്ചുള്ളൂ എന്ന് പറയുന്ന പോലെ ഞങ്ങളൊരു ചെറിയ ഖിലാഫത്തല്ലേ ചോദിച്ചുള്ളൂ, ഒരു ഖലീഫേറ്റ്, ഞങ്ങൾക്കൊരു ചെറിയ ഇസ്ലാമിക രാജ്യം, നമ്മുടെ സിറിയയിൽ ആട് മേയ്ക്കുന്ന പോലെ ഞങ്ങൾക്ക് ആട് മേയ്ക്കാൻ ഒരു മലപ്പുറം കേന്ദ്രമായ ഒരു ചെറിയ ഇസ്ലാമിക രാജ്യമല്ലേ ഞങ്ങൾ ചോദിച്ചുള്ളൂ എന്നല്ലേ ഇവന്മാർ പറയുന്നത്. അതായത് ഇവരുടെ എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് സമ്മതിച്ചു കൊടുത്താൽ ഇതെല്ലാം സമ്മതിച്ചു കൊടുക്കേണ്ടി വരും. മുന്നോട്ട് എടുത്തു കഴിഞ്ഞാൽ ഏത് സാധനം എടുത്താലും ഇതെല്ലാം സമ്മതിച്ചു കൊടുക്കേണ്ടി വരും. ഇനി വേണോ ഇന്ത്യ എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് എടുത്ത ജിഹാദ് ചെയ്യാനുള്ള അവസരം വരെ കൊടുക്കണം. കാര്യം പ്രായപൂർത്തിയും ബുദ്ധിയും കഴിവുമുള്ള എല്ലാ സ്വതന്ത്ര മുസ്ലിം പുരുഷന്മാർക്കും ജിഹാദ് ഫർള് കിഫായ സാമൂഹ്യ ബാധ്യത, പാവത്തിങ്ങളുടെ സാമൂഹിക ബാധ്യതയാണ്, മതം ഓർ കൊടുത്തിരിക്കുന്ന അവരുടെ ബാധ്യതയാണ്, ചെയ്തേ പറ്റൂ. അതുകൊണ്ട് ശിവൻകുട്ടി സാറ് എല്ലാ വർഷവും മുസ്ലിങ്ങൾക്ക് ജിഹാദ് ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും പാവത്തിന് കൈയും കാലും കെട്ടി അവരുടെ കയ്യിലേക്ക് കൊടുക്കണം. അവർക്ക് ഒന്ന് വെട്ടിക്കൊന്നിട്ട് ജിഹാദ് ചെയ്ത് അവരുടെ സാമൂഹിക ബാധ്യത തീർക്കാൻ വേണ്ടി ഒന്ന് ശിവൻകുട്ടി സാറ് സഹകരിക്കണം. അതിൻ്റെ അടുത്ത പേജിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ആയുധമില്ലാത്തവർക്ക് ജിഹാദ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ശിവൻകുട്ടി സാർ ഒന്നുകിൽ ഒരു വടിവാളോ അല്ലെങ്കിൽ നമ്മുടെ കണ്ണൂർ എന്ന പാർട്ടി ഗ്രാമത്തിൽ നിന്ന് 2 ബോംബോ എന്തെങ്കിലും ഒന്ന് ഈ ജിഹാദിന് വേണ്ടി കൊടുത്തിട്ട് ഏതെങ്കിലും ക്രിസ്ത്യാനികളെയോ ഹിന്ദുക്കളെയോ കൈയും കാലും കെട്ടി ഇവർക്ക് എല്ലാ വർഷവും എത്തിച്ചു കൊടുക്കാനുള്ള ഒരു നടപടി ചെയ്ത് ഇവർക്ക് ഹിജാബ് പോലെ, ഇവർക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ജനാധിപത്യം ഇല്ലാതാക്കി ചെറിയ ഖലീഫറ്റ് ഉണ്ടാക്കുന്ന പോലെ ഇവർക്ക് ഇതിനൊക്കെയുള്ള അവരുടെ മതം ആചരിക്കാനുള്ള ഒരു സൗകര്യം ശിവൻകുട്ടി സാറിന്റെ നേതൃത്വത്തിൽ ചെയ്തു കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം നമ്മൾ വൈൻഡപ്പ് ചെയ്യണം. എൻ്റെ പൊന്നു മുസ്ലിം സുഹൃത്തുക്കളെ, ഇമാതിര വെളിവുകളിൽ നിന്ന് യഥാർത്ഥ ദൈവത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ നിങ്ങൾക്ക് എന്താ തടസ്സം? ഏകദൈവത്തെ ആരാധിക്കണമെങ്കിൽ നിങ്ങൾക്ക് യഥാർത്ഥ ദൈവത്തെ ആരാധിച്ചാൽ പോരെ. നിങ്ങളെന്തിനാണ് ഇമാതിരെ മുഹമ്മദിൻ്റെ ഈ പറയുന്ന ഉമർ അള്ളാഹുവിനെയും അല്ലാത്ത അള്ളാഹുവിനെയും ഈ ഖുറൈശികളുടെ ജിൻ അള്ളാഹുവിനെയൊക്കെ നിങ്ങൾ ആരാധിക്കേണ്ട കാര്യമില്ല. മുഹമ്മദൊക്കെ പ്രവാചകനെന്ന് പേരെടുക്കുന്നതിന് 12,000 വർഷങ്ങൾക്ക് മുന്നേ സർവശക്തനായ പടച്ച തമ്പുരാൻ്റെ പ്രവാചകനായ മോശെ, നിങ്ങളൊക്കെ മൂസ എന്ന് വിളിക്കുന്ന മോശെ പ്രവാചകന്റെ തൗറാത്തുണ്ട്. ആ തൗറാത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്, യാഹ്വേ എലോഹീനു യാഹ്വേ യഹാദ്, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. ആ ഏകനായ സർവശക്തനായ യാഹ്വേ എന്ന ഏകദൈവത്തെ ആരാധിച്ച്, സകല പ്രവാചകന്മാരും ആരാധിച്ച ആ ദൈവത്തെ ആരാധിച്ച് പല സ്വർഗത്തിലും പോകാൻ നോക്കുക. അല്ലാതെ ഈ ഉമർ അള്ളാഹുവിനെയും ജിന്നല്ലാഹുവിനെയും മുഹമ്മദ് അള്ളാഹുവിനെയൊക്കെ ആരാധിച്ച എൻ്റെ പൊന്ന് മക്കളെ, ഈ ആരാധിച്ചുകൊണ്ട് നടക്കണവന്മാർ വരെ മുഹമ്മദ് പറഞ്ഞ സാധനങ്ങളൊക്കെ അനൗചിത്യമാണ്, ആശാസ്യമല്ലാത്തതാണെന്നൊക്കെ പറയേണ്ട അവസ്ഥയിലാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന ഫേക്ക് ദൈവങ്ങളെ ആരാധിക്കാതെ യഥാർത്ഥ ദൈവത്തെ ആരാധിച്ച് രക്ഷ പ്രാപിക്കാൻ ശ്രമിക്കുക എന്ന ഉപദേശത്തോടുകൂടെ ഇന്നത്തെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യണം. ഇത്രയും നേരം എന്നെ കേട്ട എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ നന്ദിയും സ്നേഹവും നിലത്തേറിയിക്കുന്ന ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാട്ടെ. ഇനി ഏതെങ്കിലും മുസ്ലിം സുഹൃത്തുക്കളുണ്ടെങ്കിൽ ക്ലബ് ഹൗസിൽ അവസരമുണ്ട്, വരിക. എനിക്ക് ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുണ്ട്, അത് നമ്മുടെ ക്ലബ് ഹൗസ് സെക്ഷനിൽ ഞാൻ പറയാം.